രാഹു ആൻഡ് കേതു. രാഹു കേതു. ഈ രാഹുവിനും കേതുവിനും ഫലം പറയുന്നതിന് പ്രത്യേകിച്ച് കുറച്ച് നിയമങ്ങളും കൂടെ ഉണ്ട്. ഈ കാരണം ഈ രാഹുവും കേതുവും രാശ്യാധിപത്യമില്ലാത്ത ഗ്രഹങ്ങളാണ്. ഇവർക്ക് രണ്ടുപേർക്കും രാശിയുടെ ആധിപത്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ പകരക്കാരനാവുകയാണ് ചെയ്യുന്നത്. പകരക്കാരൻ, മറ്റു ഗ്രഹങ്ങളുടെ പകരക്കാരാവുകയാണ് ഇവർ ചെയ്യുന്നത്, രാഹുവും കേതു. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. രാഹുവിനും കേതുവിനും ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ABCD എന്നുള്ള ഇതിൽ ഗ്രേഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിഗ്നിഫിക്കേഷനിൽ. അതില് ഛായാഗ്രഹങ്ങൾ, ഈ രാഹുവിനെയും കേതുവിനെയും മൊത്തത്തില് ഛായാഗ്രഹങ്ങൾ എന്നറിയപ്പെടും. ആ ഛായാഗ്രഹങ്ങളില് രാഹുവിനെയും കേതുവിനെയും ഛായാഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഛായാഗ്രഹങ്ങൾ, ഈ പോയിന്റ് എഴുതിക്കോണം കേട്ടോ. ഛായാഗ്രഹങ്ങൾ അവരുമായി സംയോജിച്ചു നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഭാവഫല സൂചകരായി തീരും. ഇതൊരു പോയിന്റാണ്. സൂചകരായി തീരുന്നു. ഫസ്റ്റ് ഗ്രേഡ് ഇവർക്കാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. A ഗ്രേഡ് നമ്മൾ പറഞ്ഞില്ലേ, A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് ഫലപ്രാപ്തിയിൽ എത്തുമ്പോ ആ ഗ്രേഡിങ്ങിൽ ഫസ്റ്റ് ഗ്രേഡ് A ഗ്രേഡ് ഇവിടെയാണ്. ഈ ഗ്രേഡാണ്. ഛായാഗ്രഹങ്ങൾ അവരുമായി യോജിച്ചു നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഭാവഫല സൂചകരായി തീരുന്നു. ഈ ഒരു പോയിന്റ് ഒരു വിഷയം കൂടെ ഉണ്ട്. എപ്പോഴും നമ്മുടെ ഇതിലും ദൃഷ്ടിയും യോഗവും എടുക്കുന്നതിന് കുറഞ്ഞത് 5 ഡിഗ്രി, ചില സോഫ്റ്റ്വെയർ 3 ഡിഗ്രിയാണ് പറയുന്നത്, നമുക്കതൊരു 5 ഡിഗ്രി വരെ നോക്കുന്നവരുണ്ട്. 5 ഡിഗ്രിക്കുള്ളിലാണ് ഗ്രഹങ്ങൾ യോജിച്ച് നിൽക്കേണ്ടത്. 5 ഡിഗ്രി ആകുമ്പോ ഒരു 17 ഡിഗ്രി സംതിങ്, 22 ഒരു ഗ്രഹം നിൽക്കുകയാണ്. ഇപ്പൊ ചൊവ്വയാണ്. ഇപ്പൊ രാഹു നിൽക്കുന്നത് 21 ഡിഗ്രി 10 മിനിറ്റ്. ഇതൊക്കെ യോഗത്തിലാണ്. ഈ പറഞ്ഞ 5 ഡിഗ്രിക്കുള്ളിലാണ്. അത് കഴിഞ്ഞാൽ 6 ഡിഗ്രി 7 ഡിഗ്രി, അത് നമ്മുടെ യുക്തി പോലെ ഇരിക്കും. 6, 7 കൂടുതലൊന്നും എടുക്കണ്ട. ഇപ്പൊ 2-3 ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. ഈ ചൊവ്വയുടെ ഈ രാഹുവിന്റെ കൂടെ തന്നെ വ്യാഴം നിൽക്കുകയാണ്. ഇവിടെ വ്യാഴം നിൽക്കുകയാണ്. വ്യാഴം ഒരു 10 ഡിഗ്രിയാണ്. ഒരു രാശിയാണ്. ഈ നിൽക്കുന്ന രാശി മേടമാണെന്ന് വെച്ചോളൂ. ഈ എഴുതിക്കുന്ന രാശി മേടമാണ്. ഈ മേടൻ രാശിയിൽ 10 ഡിഗ്രി 20 മിനിറ്റില് ഒരു വ്യാഴം നിൽക്കുന്നു. രാഹു നിൽക്കുന്ന 21 ഡിഗ്രി 10 മിനിറ്റില്. ചൊവ്വ 17 ഡിഗ്രി 22 മിനിറ്റില്. അപ്പൊ ഇതില് ആരെയായിരിക്കും എടുക്കുക? ഈ പറയുന്ന നിയമം അനുസരിച്ച് ഫസ്റ്റ് ചാൻസ് ആർക്കായിരിക്കും ഇടുക? ചൊവ്വയ്ക്ക് കേട്ടോ. ചൊവ്വയാണ് അടുത്ത് നിൽക്കുന്നത്. ചൊവ്വയാണ്. അപ്പൊ രാഹുവായിട്ട് സംയോജിച്ച് നിൽക്കുക. 5 ഡിഗ്രിക്കുള്ളിൽ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തെടുക്കണം. ഓക്കെ. ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും പ്രാധാന്യത്തിലെടുക്കണം, ആ ഗ്രഹങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ രാഹു എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് തുല്യമാണ്. രാഹു ഇവിടെ ചൊവ്വയ്ക്ക് തുല്യമാണ്. അപ്പോൾ ചൊവ്വ തരുന്ന ഫലസൂചന എല്ലാം തന്നെ ഈ രാഹു തരും. ഇപ്പൊ രാഹു ചൊവ്വയെ പോലെ ഫലം തരും ഈ ഒരു നിയമം അനുസരിച്ച്. നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഏതായാലും ഇത് നോക്കിയോളൂ. A ഗ്രേഡ്. അടുത്ത B ഗ്രേഡ്. ബി ഗ്രേഡ് രാഹു കേതുക്കൾ തങ്ങളെ വീക്ഷിക്കുന്ന ഗ്രഹത്തിന്റെ ഫലസൂചന നൽകും. അപ്പോൾ ഇവിടെ രാഹുകേതുക്കൾ തങ്ങളെ വീക്ഷിക്കുന്ന ഗ്രഹത്തിന്റെ ഫലസൂചന നൽകും. അവിടെ ചൊവ്വ, വ്യാഴം, ശനി ഗ്രഹങ്ങളുടെ വിശേഷ ദൃഷ്ടി പരിഗണിക്കണം. ചൊവ്വയുടെ 4-8, ശനിയുടെ 3-10,
വ്യാഴത്തിന്റെ 5-9 ഈ വിശേഷ ദൃഷ്ടിയും 7ാം ഭാവത്തിന്റെ ദൃഷ്ടിയും പരിഗണിക്കണം. ഈ മറ്റു ഗ്രഹങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളുടെയും 7ാം ഭാവത്തിന്റെ ദൃഷ്ടിയും പരിഗണിക്കണം. കേതുവിന്റെ ദൃഷ്ടി പരിഗണിക്കണ്ട. കാരണം രാഹു കേതുക്കൾ എപ്പോഴും 180 ഡിഗ്രി ആയതുകൊണ്ട് ഇവരെ പരസ്പരം എടുക്കണ്ട, ഇവരുടെ ഫലങ്ങൾ പരസ്പരം കവർ ചെയ്യണ്ട. ബാക്കി ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടി യോഗം. ഇപ്പൊ ബി ഗ്രേഡില് ദൃഷ്ടി പരിഗണിക്കണം. ആരെങ്കിലും ഏതെങ്കിലും പ്ലാനറ്റ് രാഹുവിനെയും കേതുവിനെയും നോക്കുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷെ അവിടെയും ഈ സ്ഫുടം നോക്കിക്കോണം. 5 ഡിഗ്രിക്കുള്ളിലാണ് ആ ദൃഷ്ടി വരെയാണെങ്കിൽ അതിന് പ്രാധാന്യം ഉണ്ടാവും. ആ ദൃഷ്ടിക്ക് കുറച്ചും കൂടെ ഫലസൂചന തരാൻ കുറച്ചും കൂടെ പ്രബലത ഉണ്ടാവും. അപ്പോൾ ഈ രാഹു കേതുക്കൾ തങ്ങളെ വീക്ഷിക്കുന്ന ഗ്രഹത്തിന്റെ ഫലസൂചന ആദ്യം അടുത്തു നിൽക്കുന്നവര് രണ്ടാമത് വീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ സി ഗ്രേഡ് എന്താ പറയാ സാറേ? ഒരു സംശയം. അതായത് ഇപ്പോ ഒരാളുടെ ജാതകത്തിൽ 1ാം ഭാവത്തില് ഇപ്പോ അല്ലെങ്കിൽ 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ആ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇപ്പോ 1 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 2 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് 3ാം ഭാവത്തിലേക്ക് 3ലേക്ക്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ഭാവത്തിലേക്ക് 2ൽ നിൽക്കുന്ന ശനിക്ക് 4ലേക്ക് ദൃഷ്ടി ഉണ്ടായിരിക്കും. ആ ശനിക്ക് അവിടെ രാഹു നിൽക്കുന്നു. അപ്പൊ ഈ ശനി നിൽക്കുന്നത് 10 ഡിഗ്രിയിലും രാഹു നിൽക്കുന്നത് 4ാം ഭാവത്തില് 15 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 12 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കാം. ആ ദൃഷ്ടി കണക്ട് ആവും. ഈ സംഭവം നമ്മളുടെ ഈ KPG യൂസ് ചെയ്യുന്ന ഭാവങ്ങളെ വെച്ചുകൊണ്ടാണോ അതോ രാശി ചക്രത്തിലെ കാര്യത്തെ വെച്ചുകൊണ്ടാണോ കൺസെപ്റ്റ്? രാശി ദൃഷ്ടിയും യോഗവും എല്ലാം രാശിയാണ് കേട്ടോ. ദൃഷ്ടി യോഗം രാശി ചക്രത്തിനെ പരിഗണിക്കാം. ഭാവചക്രം എടുക്കരുത്. ഭാവചക്രത്തിൽ അവർ മാറും. പ്രധാന പോയിന്റാണ്. സംശയം വരാവുന്ന പോയിന്റാണ് പലർക്കും. ദൃഷ്ടിയും യോഗവും രാശി ചക്രത്തിനെ പരിഗണിക്കാവൂ. ഭാവചക്രത്താൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. ഇപ്പം കിട്ടിയില്ല. യോഗവും രാശിചക്രത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. എല്ലാം ദൃഷ്ടിയും യോഗവും രാശിചക്രത്തിൽ നിന്നാണ്, ഭാവചക്രം അല്ല. ഓക്കെ സർ. അപ്പൊ നമ്മള് സംശയം സാർ, അപ്പൊ നമ്മൾ KP ഡീറ്റെയിൽസ് നോക്കാണ്ട് ആദ്യം നമ്മൾ രാശിചക്രം നോക്കിയിട്ട് ദൃഷ്ടിയും യോഗം മനസ്സിലാക്കി വെക്കണം. പിന്നെ അതെ എല്ലാം രാഹു കേതു വരെയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എക്സാമ്പിൾ നോക്കേണ്ടത്. അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും രാഹു കേതു വരെയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ രാഹു കേതുവിന് വരില്ല. ചില സമയങ്ങളിൽ ചില ഗ്രഹങ്ങളുടെ NL ആയിട്ടും SL ആയിട്ട് രാഹു അല്ലെങ്കിൽ കേതു വരുമ്പോ നമ്മളത് നോക്കി വെക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കേറ്റർ ഇടുമ്പോ സോഫ്റ്റ്വെയറിൽ ഇത് കാണില്ല. സോഫ്റ്റ്വെയറിൽ രാഹുവിന്റെയും കേതുവിന്റെയും ബേസിക് ആയിട്ടുള്ള അവരുടെ 2 സിഗ്നിഫിക്കേഷനെ കാണുള്ളൂ. പക്ഷെ മറ്റ് യോഗം ചെയ്യുന്നത് ദൃഷ്ടി ചെയ്യുന്നതെന്ന് ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ കാണിക്കില്ല. ചില സോഫ്റ്റ്വെയർ കാണിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കാത്ത സോഫ്റ്റ്വെയറിലെല്ലാം നമ്മളിപ്പം നിലവിലുള്ള സോഫ്റ്റ്വെയർ അത് കാണിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ രാഹുവിനും കേതുവിനും വരുമ്പോൾ ഇതും ആദ്യമേ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. രാഹുവിനും കേതു വരുമ്പോൾ ഈ ഭാവങ്ങളുടെ ഫലവും കൂടെ തരാൻ രാഹു കേതുക്കൾ ശക്തരാണ്. അപ്പോൾ അവരെ നോട്ട് ചെയ്ത് വെക്കും. രാഹു എഴുതിക്കുന്ന കോളത്തില് രാഹുവിന്റെ കൂടെ ചൊവ്വയോ വ്യാഴമോ ഒക്കെ എഴുതി വെക്കും. അപ്പോൾ മനസ്സിലാവും രാഹു ചൊവ്വയും വ്യാഴവുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അവരുടെ ഫലമൊക്കെ രാഹു തരും എന്നൊരു സൂചന നമ്മൾ എഴുതി വയ്ക്കും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ക്ലാസ്സിൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സി പോയിന്റ്, സി ഗ്രേഡ് എന്ന് പറയുന്നത് രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രനാഥന്റെ സൂചിത ഭാവഫലങ്ങളാണ് കേട്ടോ. സൂചിത ഭാവഫലം. രാഹു കേതുക്കൾ അത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രനാഥന്റെ സൂചിത ഭാവഫലങ്ങൾ നൽകും. അവിടെ ആദ്യം നമ്മൾ യോഗം പഠിച്ചു, രണ്ടാമത് ദൃഷ്ടി പഠിച്ചു, പിന്നെ മൂന്നാമത് നക്ഷത്രനാഥന്റെ ഫലം തരുമെന്ന് പഠിച്ചു. ഇത് സിമ്പിളാ. ഇനി 4 ഫോർ CD തങ്ങൾ മീൻസ് രാഹു കേതുക്കൾ അവ സ്ഥിതി ചെയ്യുന്ന രാശിനാഥന്റെ ഫലം
സൂചിപ്പിക്കുന്നു. ഓക്കെ, രാശി തങ്ങൾ, അതായത് രാഹുവും കേതുവും അവർ നിൽക്കുന്ന, അവർ സ്ഥിതി ചെയ്യുന്ന രാശിനാഥന്റെ ഫലം സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇതെങ്ങനെയാണെന്ന് പരിഗണിക്കാം കേട്ടോ. രാഹു കേതുക്കള്, ഇപ്പൊ രാഹു കേതുന്റെ എ ഗ്രേഡിൽ നോക്കുമ്പോ എ ഗ്രേഡ് എന്ന് പറയുന്ന രാഹു കേതുക്കളുടെ യോഗം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ് ഫസ്റ്റ്. അപ്പൊ ഇവിടെ രാഹുവിനെ നോക്കണം. ഫസ്റ്റ് രാഹു നോക്കുക. രാഹു തുലാം രാശിയില് 12 ഡിഗ്രി 48 മിനിറ്റിൽ രാഹു നിൽപ്പുണ്ട്. കേതു മേടത്തില് 12:47. അപ്പൊ ഇവരെ കൂടെ ആ രാശിയിൽ ആരെങ്കിലും യോഗം ചെയ്യുന്നുണ്ടോ? രാശിയില് ഇല്ല. അവിടെ എ ഗ്രേഡ് ഫല സൂചകരായിട്ടില്ല. ഓക്കെ, അവിടെ യോഗം ചെയ്യുന്ന നിയമം ഇല്ല. ബി എന്ന് പറയുന്നത് അവരുമായിട്ട് വീക്ഷിക്കുന്നവർ, അവരെ നോക്കുന്നവരെ ഉണ്ടാവുക. ആ ചെക്ക് ചെയ്യണം ഓരോരുത്തരായിട്ട്. അപ്പൊ നോക്കുമ്പോ രാഹുവിനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? രാഹുവിനെ നോക്കാൻ ശനി ഇല്ല. ശനി മൂന്നാമത്തെ ദൃഷ്ടിയിൽ ഇവിടെ വരുള്ളൂ. സൂര്യനില്ല. ചൊവ്വയും ബുധനും ഒന്നും രാഹുവിനെ നോക്കുന്നില്ല. ചന്ദ്രന് നോക്കാൻ പറ്റില്ല. വ്യാഴത്തിന് നോക്കാൻ പറ്റില്ല. അപ്പോൾ രാഹുവിന് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ല. ഇനി കേതുവിനുണ്ടോ എന്നാണ്. രാഹു നോ. കേതു ചൊവ്വ. കേതു ഇവിടെ കണ്ടോ 12:45 നിൽക്കുന്ന ചൊവ്വ. ഇവിടെ 12:45 സ്ഫുടം കണ്ടല്ലോ. ഈ 12:45 ചൊവ്വ ഈ കേതുവിനെ നോക്കും. ദൃഷ്ടിയുണ്ട്. ഓക്കെ, കേതു ചൊവ്വയാണ്. ഇവിടെ ശനിയുടെ 10ാമത്തെ ഡിഗ്രി, 10ാമത്തെ ദൃഷ്ടി അല്ലെ, അത് നോക്കണം. ശനി ഇപ്പൊ ഇവിടെ 17:31, കേതു 12. ഏകദേശം ശനിയുടെ ദൃഷ്ടിയും കേതുവിനുണ്ട്. കാരണം 5 ഡിഗ്രി 6 ഡിഗ്രിക്ക് ഉള്ളിലാണ്. അപ്പോൾ ഇവിടെയും ശനിയെ പരിഗണിക്കേണ്ടതാണ്. അവിടെ ശനിയെ നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ചൊവ്വ കഴിഞ്ഞിട്ടേ ശനി വരുള്ളൂ. അപ്പോൾ ചൊവ്വയ്ക്ക് പ്രാധാന്യം കൂടുതൽ വരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചൊവ്വ സി ഡി, ഡിയില് കേതുവിനെ സംബന്ധിച്ചിടത്തോളം, രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ, രാഹുവിന്റെ രാശിയാധിപതി ശുക്രനാണ്. കേതുവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ചൊവ്വയാണ്. അവിടെ ചൊവ്വയ്ക്ക് കേതുവിന് ചൊവ്വയുടെ ബന്ധം വന്നു. ഇവിടെയും ബന്ധം. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് നക്ഷത്രമാണ്. നക്ഷത്രാധിപതി ആരെന്ന? രാഹുവിന്റെയും കേതുവിന്റെയും നക്ഷത്രാധിപതി അത് നോക്കുക കണ്ടത്. രാഹു കേതു. രാഹുവിന്റെ നക്ഷത്രാധിപതി രാഹു തന്നെയാണ് കേട്ടോ. സ്റ്റാർ ലോർഡ് രാഹു തന്നെയാണ്. കേതുവിന്റെ നക്ഷത്രാധിപതി കേതു തന്നെയാണ്. രണ്ടുപേരും അവരവരെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ചോതി നക്ഷത്രത്തിലും അവിടെ 12:48 അശ്വതിയിലുവാ. കറക്റ്റ്. അവിടെ 13-20 വരെയല്ലേ മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രം. അപ്പോൾ ചൊവ്വ കേതു 12:48. സ്വാഭാവികമായിട്ട് അത് കേതുവിന്റെ നക്ഷത്രത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെയും വേറെ ഒന്നുമില്ല. അവര് രാഹുവിനെ പോലെ തന്നെയാണ്, കേതുവിനെ പോലെ തന്നെയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയാനില്ല. അപ്പൊ ഇവിടെ ബലം തരുമ്പോൾ സിഗ്നിഫിക്കേഷൻ കൊടുക്കുമ്പോൾ രാഹു എന്താണ് ബേസ് ആയിട്ട് രാഹു ഏത് ഭാവങ്ങളുടെ ബലമാണ് തരുന്നത്? അത് നമ്മൾ ആദ്യം നോക്കും. സിഗ്നിഫിക്കേഷനിൽ പോയിട്ട് നിങ്ങളുടെ മറ്റേ മൊബൈൽ സോഫ്റ്റ്വെയറിലാണ് സിഗ്നിഫിക്കേഷനിൽ പോയി രാഹു എന്ത് തരുന്നു? ഇവിടെ രാഹു 4-ാം ഭാവമാണ്. രാഹു 4ന്റെ എയിലും ബിയിലും രാഹു 4, കേതു 10 ആണ് തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത്. രാഹു 4, കേതു 10 ആണ് തരുന്നത്. കേതുവിന്റെ ഫലം 10. ചൊവ്വയാണ് ഇനി എന്ത് തരുന്നുള്ളത് ഇനി അടുത്ത നോക്കേണ്ടത്. കാരണം ചൊവ്വയുടെ ഭാവം കൂടെ ഇവർ ഫലത്തിൽ തരും. അത് ചൊവ്വ തരേണ്ടത് നോക്കണം. ചന്ദ്രൻ ചൊവ്വ 6, 3, 2, 6, 11. 6, 3, 2, 6, 11. 6, 3, 2, 6, 11 ഭാവങ്ങളുടെ ഫലസൂചന ചൊവ്വ തരും. അതിനോടൊപ്പം തന്നെ വേറെ ചെക്ക് ചെയ്യേണ്ടത് ഇവർ ഏതെങ്കിലും ഭാവത്തിന്റെ CSL ആവുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. രാഹു കേതു ഏതെങ്കിലും ഭാഗങ്ങളുടെ CSL ആവുന്നുണ്ടോ? അത് എല്ലാ പ്ലാനറ്റും ഏതെങ്കിലും ഭാഗങ്ങളുടെ CSL കൂടെ ആവണമെന്ന് നോക്കിക്കോണം. ഇവിടെ രാഹുവിന് കണ്ടോ
3, 6, 12 ഭാവങ്ങളുടെ CSL രാഹുവാണ്. 3ന്റെയും 6ന്റെയും 12ന്റെയും. അത് നോട്ട് ചെയ്തോ. 8ന്റെ CSL ആണ് കേതു. അതൊക്കെ ഫലം തരുമ്പോ സ്വാധീനിക്കുന്നതാണ്. 3, 3, 6, 5, 1, 6, 12, 10, 12. 3, 6, 12. റോമൻ ലെറ്ററിലായി കഴിഞ്ഞാലും സബ് ലോഡിനെ മനസ്സിലാക്കാൻ പറ്റും. 8ന്റെ കേതു 8 കേട്ടോ. രാഹു ആണ് ഇത്. കേതു വന്നിട്ട് 8ാം ഭാവത്തിന്റെ കേതു. അപ്പോൾ ചൊവ്വ വന്നിട്ട് ഇവിടെ നമുക്ക് പഠിക്കേണ്ട നിയമം, ചൊവ്വ രാഹുവിന് തുല്യം അല്ല കേതുവിന് തുല്യം ചൊവ്വയാണ്. ചൊവ്വ 6, 3, 2, 6, 11 ഭാവങ്ങളുടെയും കൂടെ സൂചന തരും. ഈ വെറും 10 മാത്രമല്ല കേതു അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ശനിയുടേതും കൂടെ നോക്കാം. ശനി ഏത് ഭാവങ്ങളുടെയാണോ നോക്കണം. ശനി 3, 1, 1, 4, 8, 9. 3, 1, 1, 4, 8, 9. 3, 1, 1, 4, 8, 9. ഇവിടെ ഏറ്റവും പ്രാധാന്യം ചൊവ്വയ്ക്കാ. ചൊവ്വയുടെ രാശിയിലും ചൊവ്വയുടെ ആണ് കൂടുതൽ ദൃഷ്ടി അടുത്ത് നിന്ന് നോക്കുന്ന ചൊവ്വ. മറ്റേ ഒരു 6 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടെ ബലത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കേതു ചൊവ്വയുടെ ബലം തരും കേട്ടോ. ഇനി രാഹു ശുക്രനെ പോലെയാ. രാഹു ശുക്രനെ പോലെയാ. അപ്പൊ രാഹു ശുക്രന്റെ ബലം എന്തൊക്കെയാണോ നോക്കണം. 2, 3, 5, 12. 2, 3, 5, 12. പിന്നെ രാഹു 4ന്റെ ഫലസൂചകനാണല്ലോ. അത് നോർമൽ 4 ഭാവങ്ങളെ സൂചിപ്പിക്കുന്നതിനോടൊപ്പം ശുക്രന്റെ 2, 3, 5, 12 കൂടെ രാഹു സൂചന തരും. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? സർ മനസ്സിലായി. ഒന്നും കൂടെ ഒരു ഉദാഹരണം കൂടെ ഇട്ട് നോക്കി ഒരു ചെയ്യണം ഉദാഹരണം കൂടെ നോക്കാം. ആയിക്കോട്ടെ. ഈ ഉദാഹരണം ഞങ്ങൾ മാറ്റി. ഈ ഉദാഹരണം മാറ്റി. ഓക്കെ, വേറൊരു ഉദാഹരണം സർ, കൂടെ. ഇപ്പൊ ഈ പറയുന്നത് ഈ ഡി ക്ലാസ് ഡി ഗ്രേഡിലുള്ള സംഭവങ്ങളല്ലേ അത് വരിക ശുക്രന്റെ? അപ്പോ ഏതില്? എ ഗ്രേഡിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇതില് ഇപ്പൊ ശനി രാഹുവിന്റെ ആയാലും കേതുവിന്റെ ആയാലും ആ എ ഗ്രേഡില് ഉള്ള, അതായത് അതിനായിട്ട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ആണ് എ അതെ. ഗ്രേഡ് ആയിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ആ വീക്ഷിക്കുന്ന ഗ്രഹങ്ങളും, അത് കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളുടെ വരവും കഴിഞ്ഞിട്ടാണ് ഈ ഡി ഡി ഗ്രേഡ്. ഗ്രേഡ് വരുന്നത്. അതായത് അതെ അതെ രാഷ്ട്രീയാധിപന്റെ അതെ അതെ. അപ്പൊ മറ്റെങ്കിൽ മാത്രമാണ് ഈ ഡി ഗ്രേഡിന് പ്രാധാന്യം, അല്ലെങ്കിൽ എ ഗ്രേഡിലുള്ള തന്നെയാണ് പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത്. എ ഗ്രേഡ് ഇനി ഉണ്ടെങ്കിലും എ ഗ്രേഡിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. ഇല്ലെങ്കിൽ നല്ല ചിലപ്പോ കാണും. ചിലപ്പോ ഒന്നിൽ കൂടുതൽ ഗ്രേഡ് ഗ്രഹത്തിന് കാണും. അതെല്ലാം അതല്ല എടുക്കണം. സാർ, അല്ല എ ഗ്രേഡിന് ഉണ്ടെങ്കിൽ എ ഗ്രേഡിന് പ്രാധാന്യം കൊടുക്കുകയും എ ഗ്രേഡും ബി ആ ഗ്രേഡും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സി ഗ്രേഡിന് എ ഗ്രേഡിന്റെ പ്രാധാന്യം കൊടുക്കും വേണം. അങ്ങനെയല്ലേ? അതെ അതെ. എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. എ ഗ്രേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബി ഗ്രേഡ് എ ഗ്രേഡ് ആയിട്ട് മാറും. പിന്നെ സാറേ, നമ്മൾ ഈ ഗ്രേഡിംഗ് ഉണ്ടല്ലോ, അത് തൽക്കാലം ഞാൻ ഇത് ക്ലാസ്സിന് വേണ്ടി പറഞ്ഞിട്ട് മനസ്സിലാക്കുക. അതങ്ങ് വിട്ടയക്കുക. അല്ലാതെ ഈ പറഞ്ഞ കോമ്പിനേഷനിലുള്ളതെല്ലാം പരിഗണിക്കുക. ഓക്കെ, ഓക്കെ. എത്രത്തോളം അടുത്ത് വരും അത്രത്തോളം. ഇനി ഡി ആയാലും സി ആയാലും ബി ആയാലും എ ആയാലും ഏറ്റവും കൂടുതൽ രാഹു കേതുവായിട്ട് അടുത്ത് വരുന്നവർ അങ്ങ് എടുക്കുക ആദ്യം. ഓക്കെ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഫലം പറയാൻ കെ പിയിലൊന്നല്ല, ട്രഡീഷണലായിരുന്നാലും ഏറ്റവും പാട് രാഹുവിനും കേതുവിനും ഫലം പറയാൻ. ഓക്കെ, രാഹു കേതു അങ്ങനെ ഒരു പ്രത്യേക ഗ്രഹങ്ങളാണ്. രാഹു കേതുവിനും ഫലം പറയുന്നത് പാടാണ്. കാരണം ഇവരെങ്ങനെ പെരുമാറും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർക്കൊരു ഐഡന്റിറ്റി ഇല്ല. ഇവര് മായാജാലക്കാരാണ്. മറ്റ് ഗ്രഹങ്ങളെ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവര് എങ്ങനെയാണ് പെട്ടെന്ന് ഫലം പറയുക, അത് ഒരു ജ്യോത്സ്യന്റെ കഴിവാണ്. ഒരു എന്താ പറയില്ലേ, പ്രാക്ടീസ് ആണ്. അത് ചെയ്തുള്ള പഴക്കവും കൊണ്ടൊക്കെയാണ് ഒരു രാഹുവിനും കേതുവിനും ഒക്കെ വെച്ച് ഫലം പറയുമ്പോൾ എത്തുന്നത്. ഏകദേശം കെ പിയിൽ ഒരുവിധം കിട്ടുമെങ്കിലും അത് കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾ ജാതകങ്ങൾ കണ്ട് ശീലിച്ച് വരുമ്പോഴാണ് അത് കുറെ കൂടെ മനസ്സിലാവും. മറ്റു ഗ്രഹങ്ങളെ പോലെ മറ്റു ഗ്രഹങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇവർക്ക് രാഹു കേതുവിന് ഇത്തിരി കൺഫ്യൂഷൻ വരും കേട്ടോ. ഈ ജാതകം നോക്കിയേ. ഈ ഗ്രഹനില ഒന്ന് സൂം ചെയ്ത് നോക്കിയാല് അത് കിട്ടും. നിങ്ങൾക്ക് അറിയാം. ഗ്രഹനില മാത്രം പ്രിന്റ് സ്ക്രീൻ ഇട്ടാലും
ഗ്രഹനില മാത്രമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ ഗ്രഹനില. ഓക്കെ. ശരി. അപ്പൊ ഇവിടെ ഞാനിപ്പോ ഇവിടെ എയും ബി ഒന്നും അല്ല ഇടുന്നത്. ഞാൻ രാഹുവിനെ കേതുവിനെ മാത്രമേ ഇടുന്നുള്ളൂ. ഇങ്ങനെ നോക്കിയുള്ളൂ. രാഹു കേതു. എനിക്കിപ്പോ രാഹുവിനെ ബലം കിട്ടണം. രാഹുവിനെ നോക്കുകയാണ്. ഞാൻ ആദ്യം നോക്കുന്ന രാഹുവിന്റെ യോഗം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുക. ഫസ്റ്റ് ചെയ്യുന്നത് രാഹുവിന് യോഗം ചെയ്യുമ്പോൾ 7, 5, 13, 49 ഇത് തമ്മിൽ ഒരു ശുക്രനുണ്ട്. പക്ഷെ ഇവര് 7 ഏകദേശം ഒരു 6 ഡിഗ്രി 6 ഡിഗ്രി 7 ഡിഗ്രിക്ക് ഉള്ള ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിൽ. എന്നാലും ഞാൻ അവിടെ ശുക്രനെ ഒന്ന് നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. രാഹുവിന് ഇവർ തമ്മിലുള്ള സ്ഫുടം ഇത്രയും വ്യത്യാസം ഉണ്ട് എങ്കിലും അത് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലർ എടുക്കാറില്ല, നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ടാമത് പോവേണ്ടത് നോക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ്. നോക്കുന്നവർ ഇപ്പൊ രാഹുവിന്റെ അതേ ഡിഗ്രിയിൽ രാഹുവിനെ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോ ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ചൊവ്വ, ശനി ഇവരാരും രാഹുവിനെ നോക്കുന്നില്ല. അവർ ദൃഷ്ടി ചെയ്യുന്നവരില്ല. പിന്നെ രാഹുവിന്റെ നക്ഷത്ര ലോഡ് ആരാണോ നോക്കുക. രാഹുവിന്റെ നക്ഷത്ര ലോഡ് അതിന് രാഹുവിന്റെ നക്ഷത്ര ലോഡ് നോക്കുമ്പോ കേതുവാണ്. സ്റ്റാർ ലോഡ് കേതു. അപ്പൊ കേതുവിനെ പരിഗണിക്കും. അപ്പൊ രാഹുവിന്റെ എന്നൽ എന്ന് പറയുന്നത് കേതുവാണ്. കേതു എന്നലാണ്. രാഹുവിന്റെ നക്ഷത്ര ലോഡ് കേതുവാണ്. പിന്നെ രാശി ലോഡ് രാഹുവിന്റെ രാശി ലോഡ് ചൊവ്വ അത് 6 ഇതിന് പിന്നെ ഡിഗ്രി മിനിറ്റ് വ്യത്യാസമൊന്നുമില്ല. ഇത് എപ്പോഴും കാണും. ഇത് ഉറപ്പായിട്ട് ബലം, ഈ ഡി ഗ്രേഡ് ഉള്ളത് ഉറപ്പായിട്ട് ബലം തരേണ്ടതാണ്. കാരണം അവര് സൂചന തരും. ഈ 3 ഗ്രഹങ്ങളെയും നമ്മൾ എടുക്കും. അതിൽ കേതുവിനെയും ചൊവ്വയെയും മെയിൻ ആയിട്ട് പരിഗണിക്കണം. ശുക്രനെ നമ്മൾ 2ാം തരക്കാരായിട്ട് നിർത്തണം. ഡിഗ്രി യോഗം ചെയ്യുകയാണെങ്കിലും ഇവർ ഇത്തിരി ഡിഗ്രിയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ മാറ്റി നിർത്തിയിരിക്കണം. അടുത്ത ചൊവ്വയെ നോക്കണം, കേതുവിനെ നോക്കണം. ഇനി അടുത്ത കേതുവിന്റെ സിഗ്നിഫിക്കേഷൻ നോക്കുമ്പോൾ കേതുവിനെ എടുക്കണം. കേതുവിനെ നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ശുക്രനെ പരിഗണിക്കണം. ശുക്രനെ പരിഗണിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ശുക്രനെ പരിഗണിക്കണം എന്ന് പറയാൻ കാരണം അറിയാം? ശുക്രൻ കേട്ടില്ല. ശുക്രൻ 18 ഡിഗ്രിയും 13 ഡിഗ്രിയും 18 അല്ല 7 ആണ്. ഈ 18 നോക്കണ്ട. 18 ഭാവത്തിനാണ്. 7 ഈ ദൃഷ്ടി ഈ അതിനേക്കാൾ ഉപരി ഈ ഇതിന്റെ രാശ്യാധിപതിയാണ്. 6 ശുക്രനാണ്. അപ്പോൾ ശുക്രൻ അതിന് പ്രാധാന്യമുണ്ട്. പിന്നെ ഇവിടെ വേറെ ആരും എന്തെങ്കിലും നോക്കാറുണ്ടോ? പിന്നെ വ്യാഴത്തിന്റെ 9ാമത്തെ ദൃഷ്ടിയുണ്ട്. അതൊന്നും വലുതായിട്ട് എടുക്കണ്ട. ഇതൊക്കെ ഉണ്ടോ 17 ഡിഗ്രിയില്ല. ഇവിടെ 10 ഡിഗ്രി കൂടുതൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ പരിഗണിക്കണം. കെ പിയിൽ അത്രയും ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. ശുക്രനെ പിടിക്കുക. പിന്നെ കണ്ടോ വ്യാഴത്തിന്റെ 9ാം ഭാവത്തിന്റെ ദൃഷ്ടി ഇനി വരുന്നുണ്ടെങ്കിലും ഇവിടെ 17ഉം ഇത് 7ഉം 10 ഡിഗ്രി കൂടുതൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യാഴത്തിനെ അവോയ്ഡ് ചെയ്തത്. ഓക്കെ, തൽക്കാലം അത് അവോയ്ഡ് ചെയ്ത് നിർത്തിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും പ്ലാനറ്റ് ഈ കേതുവിനെ നോക്കുന്നുണ്ടോ? ഇല്ല. അവിടെ പിന്നെ കേതുവിന്റെ എന്നൽ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ രാഹു ഇവിടെ നേരത്തെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ രാഹുവിന് കേതുവാണ് എന്നൽ വന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചായിരിക്കും. കേതുവിന് രാഹു ആയിരിക്കും എന്നൽ വരുന്നത്. രാഹു എന്നൽ വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഇവിടെ പരിഗണിക്കേണ്ടി വരും. പിന്നെ ഇവരുടെ സിഗ്നിഫിക്കേഷൻ ഇത് ഇത്രയും എഴുതി വെച്ചിട്ട് സിഗ്നിഫിക്കേഷൻ പോയി നോക്കണം. ഏതൊക്കെ ഭാഗങ്ങളുടെ ബലമാണ് കേതു തരുന്നത്. ഇപ്പൊ കേതു സിഗ്നിഫിക്കേഷൻ എന്നുള്ള ചാർട്ടിൽ ചെന്ന് നോക്കുക. കേതു ഇവിടെ 9, 3, 3, 9. കേതു രാഹു 9, 3, 3, 9, 3, 9. ഇവിടെ എല്ലാം കേതു 9, 3, രാഹു 3, 9. പിന്നെ നോക്കേണ്ടത് ശുക്രൻ എന്ത് ബലം തരുന്നു എന്നുള്ളത്. ശുക്രൻ കേട്ടോ. ശുക്രനെ നോക്കുമ്പോ 9, 4, 11. 9, 4, 11. ശുക്രൻ 9, 4, 11. ഇവിടെ 9, 4, 11. അപ്പോൾ ഇവിടെ മൊത്തത്തില് ഈ കേതുവിന്റെ സിഗ്നിഫിക്കേഷൻ എഴുതുമ്പോ 9, 3, 4, 11 വരും കേട്ടോ. 9, 3, 4, 11 ഇതെല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്ന. ഇവിടെ എഴുതുമ്പോ 3 അങ്ങനെ നമ്മൾ എ ഗ്രേഡ് ഫസ്റ്റ് എഴുതണ്ടേ? അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ എഴുതണ്ടാവുന്നുണ്ടോ? എ ഗ്രേഡും ബി ഗ്രേഡും ഇവിടെ നോക്കണമെന്നില്ല സാർ. ഈ രാഹുവിന്റെ കേസ് നോക്കണ്ട.
രാഹുവിന്റെ അല്ല, നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ നേരത്താണ് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്നൊക്കെ ഇട്ടത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ അത് അതിന്റെ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ. പിന്നെ നമ്മൾ ഈ സിഗ്നിഫിക്കേഷൻ എഴുതി പോകുമ്പോ ഞാൻ ഇവിടെ ശുക്രൻ എഴുതിക്കുന്നുണ്ടോ? ശുക്രൻ എഴുതിക്കുമ്പോ 9, 4, 11 എഴുതിക്കുന്നത്. 9 ആദ്യം അതെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് എ ഗ്രേഡ് ആണ് 9. ഓക്കെ, അതെ അതെ അതെ. എഴുതിക്കുന്ന ഓർഡർ അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു ഇതുണ്ടല്ലോ, 4 ആദ്യം എഴുതിയില്ല, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നോക്കി എഴുതിയിട്ടില്ല. ഓക്കെ അതുകൊണ്ട് ഓക്കെ തന്നെ ഇതിന് എയോ ബിയോ സിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു ഓർഡറിൽ ഇവര് 3 പേരിൽ ഏറ്റവും 9 തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഓക്കെ ഫലം ഓക്കെ. തരുന്നവൻ ആരായിരിക്കും? ഈ ശുക്രൻ 9-നെയാണോ ആദ്യം ഫലം തരിക, 4-നെയാണോ ആദ്യം ഫലം തരിക, 11-നെയാണോ ഫലം തരിക എന്നുള്ളത് നമ്മൾ അടുത്ത നിയമങ്ങൾ പഠിക്കും. അതിന് വേറെ നിയമങ്ങളുണ്ട്, കുറച്ച് നിയമങ്ങൾ കേട്ടാ. ഇപ്പൊ ഗ്രേഡിങ്ങിൽ 9, 4, 11 എന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെയും 9, 3 ആദ്യം വന്നത്. അതായത് രാഹു 3 കാണിച്ചു, പിന്നെ 9 കാണിച്ചു, 4 കാണിച്ചു, 11 കാണിച്ചു. സെയിം ഇങ്ങനെ അങ്ങ് എഴുതിയ കണ്ടോ. ഇവിടെ തിരിഞ്ഞു വന്നു. ഇവിടെ 3, 9, 4, 11 ഇവിടെ 9, 3, 4, 11 ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് രാഹു കേതുക്കളുടെ ഫലസൂചന. അല്ലെങ്കിൽ രാഹു കേതുക്കളും ഫലം സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത് പരിഗണിക്കണം. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? രാഹു കേതുവിനെ ഓക്കെ മനസ്സിലായോ? മനസ്സിലായി? സംശയമില്ല, രാഹു കേതു വിഷയത്തിൽ സംശയമില്ല. എപ്പോഴും രാഹു എന്ന പ്ലാനറ്റും കേതു എന്ന പ്ലാനറ്റും വളരെ ശ്രദ്ധ വേണ്ടവരാണ്. അറിയാം, രാഹുവിന് തലയുണ്ട്, ശിരസുണ്ട്. കേതുവിന് ഉടലുണ്ട്. പാമ്പിനെ പോലെയാണ് കേതു, കേട്ടോ. ഇപ്പൊ രാഹു ശിരസാണ്, കേതു ഉടലാണെന്ന് പറയുന്നത്. പാമ്പിന്റെ വാലിനെ പോലെ നമ്മൾ പാമ്പിനെ സിഗ്നിഫിക്കേഷൻ ചെയ്ത് രാഹുവും കേതു ഉടലുമായിട്ട് പറയും. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, രാഹു എന്തിനേയും ഗ്രഹിക്കും. രാഹു എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് രാഹു എന്ന് പറയുന്നത്. എന്തിനേയും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ രാഹുവിന് ആ ഒരു പ്രത്യേകത ഉണ്ടാവും. രാഹു എന്തിനും അട്രാക്ട് ചെയ്യും, എന്തും വേണം, എന്തും നേടിയെടുക്കണം എന്നുള്ളൊരു ഫലം രാഹുവിനുണ്ടാവും. അത് ഏത് വിധേനയും നേടിയെടുക്കുക എന്നുള്ളതാണ് രാഹുവിന്റെ സ്വഭാവം. അത് നിയമം ലംഘിച്ചായാലും രാഹുവിന് വേണം. എന്തിനേയും ഭക്ഷിക്കാനുള്ള, എന്തും സ്വീകരിക്കും, എന്തിനും വിഴുങ്ങാനുള്ള ത്വര രാഹുവിനുണ്ടാവും. പക്ഷേ അനുഭവ സുഖം കുറയും. കാരണം ഉടലില്ല രാഹുവിന്, കേട്ടോ. ദഹിപ്പിക്കാനായി നമ്മളൊരു സാധനം ആഹാരമായിരുന്നാലും കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കണമെങ്കിലും അതിന്റെ ഉടൽ വേണം. വിഴുങ്ങാൻ മാത്രമേ രാഹുവിന് കഴിയൂ. ബാക്കി ഭാഗം അപൂർണമാണ്. അതുകൊണ്ട് തന്നെ രാഹു ഏത് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവിടെ കാണുന്നതല്ല പിന്നെയുള്ളത്. ഫ്രണ്ടില് നമ്മൾ ശിരസുണ്ട്, ഓക്കെ, ബാക്കി ശരീരം ഇല്ല, ഉടലില്ല. അതുകൊണ്ട് ആ ഭാവം വളരെ ശ്രദ്ധിച്ചോണം. നമുക്ക് ഫേസ് ചെയ്യുന്നത് ഹെഡാണ്, ബാക്കിയില്ല. രാഹു ഏതെങ്കിലും ഭാവമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഭാവത്തിന്റെ അനുഭവത്തിൽ ഇതേ പ്രശ്നങ്ങൾ വരും. അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പൊ സന്താനം 5-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് രാഹു വന്നു കഴിഞ്ഞാൽ സന്താനത്തിന് ഗർഭനാശം പറയാം. 7-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അന്യജാതിയിൽ നിന്നുള്ള വിവാഹം, ഡിവോഴ്സ്, കേസ് വഴക്കുകൾ, എന്തെങ്കിലും ഇഷ്യൂസ് വരും. കാരണം പ്രണയബന്ധത്തിലൊക്കെ രാഹു വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ആ വിവാഹം നടത്തലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി അവർ ഏതൊറ്റം വരെയും പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു വാശി രാഹുവിനുണ്ട്. രാഹു അറ്റാച്ച്മെന്റിന്റെ ഗ്രഹം എന്നാണ് പറയുന്നത്. അറ്റാച്ച്മെന്റ്. കേതു ഡിറ്റാച്ച്മെന്റ് കൊടുക്കുമ്പോൾ രാഹു അറ്റാച്ച്മെന്റ് കൊടുക്കും. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. കേതു ഡിറ്റാച്ച്മെന്റ് ആണ്. കേതു ദഹിപ്പിക്കുകയാണ്, എല്ലാം ഉപേക്ഷിച്ച. അത് ശിരസൊന്നുമില്ല, എല്ലാം കളയും, വിട്ടുകളയും കേതു. ഇത് സ്വീകരിക്കും, ഇത് വിടുന്നതുമാണ്, കേട്ടോ. കേതു സ്വീകരിക്കില്ല. കേതുവിന്റെ ഹെഡ് തന്നെ പോയി. അതുകൊണ്ട് തന്നെ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക, കേതു വ്യക്തിത്വം മറച്ച ഗ്രഹമാണ്. വ്യക്തിത്വം, ഞാനെന്ന ഭാവം ഇല്ലാത്തതാണ്. ഞാൻ എന്ന ഭാവം ഇല്ലാത്ത ഗ്രഹമാണ് കേതു. ഇല്ല, കാരണം ഫേസ് ഇല്ല. കേതു ഫേസ് ഇല്ലാത്ത പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേതു ഞാനെന്ന ഭാവം കാണിക്കില്ല. അത് തന്നെ സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയത. ഡിറ്റാച്ച്മെന്റ്, ആത്മീയത എല്ലാം കേതുവിന് പറയാം. രാഹു എന്ന ഫേസ് ആണ്. രാഹു എവിടെയും ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കും. രാഹു അഹംഭാവിയാണ്, അഹങ്കാരിയാണ് എന്നുള്ള പേര് കേൾക്കും. അതൊക്കെ രാഹുവിന്റെ പ്രത്യേകതയാണ്, കേട്ടോ. അപ്പൊ പിന്നെ രാഹു
ശുഭന്മാരോട് ശുഭന്റെ യോഗം ഒക്കെ വരുമ്പോഴത്തേക്കുള്ള ഫലമായിരിക്കില്ല രാഹുവിന് ഒരു പാപഗ്രഹത്തിന്റെ യോഗം വരുമ്പോൾ. ചൊവ്വയോട് ചേരുന്ന രാഹു ആയിരിക്കില്ല വ്യാഴത്തിനോട് ചേരുന്ന രാഹു. ഇവര് ഇപ്പൊ നിങ്ങൾ കൂട്ടുകാരാണ്. നിങ്ങൾ ഏത് ഗ്രഹമാണ്? നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ വ്യാഴമാണോ? നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യാഴമാണോ, സൂര്യനാണോ, ചന്ദ്രനാണോ? നവഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാം അറിയാം. നമ്മൾ ഓരോരുത്തരും ഓരോ പ്ലാനറ്റാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോരുത്തരും ഓരോ പ്ലാനറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ ശരീരത്തിൽ എല്ലാം ഓരോ പ്ലാനറ്റ് അടങ്ങിയിരിക്കുന്നു. അതിൽ ഓരോ പ്ലാനറ്റ് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് പ്ലാനറ്റ് ഉള്ളതിൽ ഒരാൾക്ക് ഇത്തിരി ലീഡർഷിപ്പ് കൂടുതലായിരിക്കും. ഒരു ഹെഡ് നിങ്ങളെ ചില സമയം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വാധീനിക്കുന്ന ഒരു പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ. അത് നിങ്ങൾ എന്താണ്? നിങ്ങൾ ഇപ്പൊ വ്യാഴമാണ് നിങ്ങളുടെ ക്യാരക്ടർ ആണെങ്കിൽ, നിങ്ങൾ രാഹു എന്ന ഒരു സുഹൃത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ വിഴുങ്ങും. രാഹു വിഴുങ്ങും. നിങ്ങൾ ചെയ്യേണ്ട ജോലി രാഹു ചെയ്യും. നിങ്ങളെ ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട നേട്ടവും നിങ്ങൾക്ക് കിട്ടേണ്ട പേരും പെരുമയും എല്ലാം രാഹു എടുക്കും. രാഹു ചുറ്റി വരിയോ എന്നാണ് അതിനെ പറയുന്നത്. രാഹു മറ്റേ പ്ലാനറ്റിന് ചുറ്റി വരി. അത് ട്രഡീഷണൽ ആയിരുന്നാലും അങ്ങനെയാണ്. രാഹു കവർ ചെയ്തളയും. രാഹു ആലോചിക്കുക, സൂര്യനെ വരെ കവർ ചെയ്യും. രാഹുവിന്റെ പവർ ആലോചിക്കണം. സൂര്യനെ വിഴുങ്ങുമെന്നാ പറയുന്നത് രാഹു. അവിടെ അതുകൊണ്ടാണ് രാഹു എന്നുള്ള പദവും വന്നത്. ഒരു ദിവസമായാലും സൂര്യനെ ഗ്രഹിക്കാനുള്ള കഴിവ് രാഹുവിനുണ്ട്. അപ്പോൾ അതിനുള്ള പ്രാധാന്യം രാഹുവിനുണ്ട്. നമ്മള് ട്രഡീഷണൽ ജ്യോതിഷത്തില് പ്രേതബാധ പറയും ഗുളികനെ ഉപയോഗിക്കുമ്പോൾ വടക്കേ ഇന്ത്യയില് രാഹുവിനെ കൊണ്ടാണ് അത് പറയുന്നത്. വീട്ടില് 4-ാം ഭാവത്തില് രാഹുവിന്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ പ്രേതബാധ വീട്ടിൽ പറയുന്ന, നമ്മൾ പറയും 4-ല് പ്രേതബന്ധം വരുന്നത് ഗുളികനെ വെച്ചാണെങ്കിൽ അവര് രാഹുവിനെ കൊണ്ട് പറയും. ഈ ബ്ലാക്ക് മാജിക്കുകള് നമ്മൾ പറയുന്നത് മറ്റു ഗ്രഹങ്ങളെ ആണെങ്കിൽ അവർ രാഹുവിനെയും കേതുവിനെയും കൊണ്ട് ബ്ലാക്ക് മാജിക്കുകളും മന്ത്രതന്ത്രങ്ങളെല്ലാം രാഹുവിനെയും കേതുവിനെയും കൊണ്ട് പറയും. ഓക്കെ, രാഹു കേതുക്കളെ നമ്മള് രാഹുവിനെ 4-ാം ഭാവത്തിൽ കണ്ടാലും ശരിക്കും സർപ്പത്തിന്റെ സാന്നിധ്യം അല്ലേ പറയാം. കാരണം സർപ്പക്കാവുണ്ട്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരലുണ്ട്. ട്രഡീഷണൽ ജ്യോതിഷത്തില് രാഹു 4-ാം ഭാവത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് സർപ്പബന്ധം പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് നോക്കി നമ്മള് മേടൻ രാശി, മേഷസ്യ ധാത്വാകര രത്നഭൂമി കുല്യപ്രദേശ ഭുജകാലയശ്ച എന്ന് പറയും. അവിടെ ഭുജകാലയം എന്നാണ് പറയുന്നത്. അവിടെ തന്നെ രാഹു നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പറയും. അത് കാവിന്റെ സിമ്പിളായിട്ട് രാശിയും അവിടെ വന്നു, ഗ്രഹവും അവിടെ വന്നു. ദിത്രി സംവാദ ഭാവി എന്ന് പറയുന്ന പോലെ ഒന്നിൽ കൂടുതൽ ഫലം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം. ജലരാശിയില് രാഹു നിൽക്കുകയാണ്. മീനൻ രാശിയിൽ രാഹു വന്നു കഴിഞ്ഞാല് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ വനരാശികളില് വന്നു കഴിഞ്ഞാല് നമുക്ക് കാവിന്റെ ഫലം കൂടുതൽ പറയാം, സൂചിപ്പിക്കാം. കേട്ടോ, അത് രാശിയും നമ്മൾ കണക്ട് ചെയ്യണം. രാശിയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. 4 രാഹു വരുമ്പോൾ സർപ്പബന്ധം പറയും. കുടുംബത്തിൽ സർപ്പബന്ധങ്ങളുടെ ഫലം പറയും. പിന്നെ അതിന് ഗുളിക ബന്ധം വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് അതിന് ഗുളികന്റെയും പാവഗ്രഹങ്ങളുടെ ബന്ധം വരുമ്പോഴത്തേക്ക് അത് അപമൃത്യു പോലുള്ള വിഷയങ്ങളും മരണവും മറ്റെല്ലാം പറയുന്നുണ്ട്. വിഷം തീണ്ടിയുള്ള മരണം, വിഷം കഴിച്ചുള്ള മരണം പറയുന്നത് പോലെ തന്നെയാണ്. അത് മറ്റു വിഷയങ്ങളാണ്. പക്ഷെ രാഹു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ്. രാഹുവും കേതു എല്ലാവരുടെ ജാതകത്തിലും. രാഹുവിന് പിന്നെ വിദേശ ഗ്രഹം എന്നറിയപ്പെടുന്ന രാഹുവാണ്. രാഹു വന്നു കഴിഞ്ഞാൽ വിവാഹവും നടക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം നടത്താൻ രാഹുവിന് പറ്റും. അതുകൊണ്ടാണ് ഒരു ജ്യോത്സ്യന്റെ ഫലപ്രവചനത്തിനെ വരെ തെറ്റിക്കാൻ രാഹുവിന് പറ്റുമെന്ന് പറഞ്ഞത്. രാഹുവിനും കേതുവിനും. അപ്പൊ രാഹു ഒത്തിരി ബഹുമാനം അർഹിക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ സമീപിക്കേണ്ട പ്ലാനറ്റ് ആണ് രാഹു. അവരുടെ പുരാണത്തിലായിരുന്നാലും അവിടെ ചെന്ന് സൂര്യനെ വരെ ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന പവർ രാഹുവിനുണ്ട്. മറ്റുള്ളവരുടെ, നമ്മൾ ഈ പറയുന്ന ഈ ബാലിയുടെ പവർ പോലെ മറ്റുള്ളവരെ സമീപത്തെത്തുമ്പോൾ അവരുടെ പവർ വലിച്ചെടുക്കാനുള്ള കഴിവ് രാഹുവിനുണ്ട്, കേതുവിനുണ്ട്. അവരായി മാറുകയാണ്. ദേവന്മാരായിട്ട് മാറിയിട്ടാണ് ചെന്ന് അമൃതത്വം സ്വീകരിച്ചവരാണ്. മറ്റുള്ളവർക്ക് അത് കിട്ടിയിട്ടില്ല. മറ്റേ അസുരന്മാർക്ക് അമൃത് കിട്ടിയില്ലല്ലോ. രാഹുവിനും കേതുവിനും അമൃത് കിട്ടി. അപ്പൊ അതിന്റെ പ്രത്യേകത അവർക്കുണ്ട്. അപ്പൊ ഏത് ഭാവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി പഠിക്കും. രാഹു കേതു വരുമ്പോൾ മറ്റു ഭാവങ്ങളായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാം നമ്മൾ തെളിവ് സഹിതം പഠിച്ചു പോകും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് രാഹുവിനെ കേതുവിനെ മനസ്സിലാവും. കേതു സന്യാസിയാണ്. കേതു എല്ലാം ഡിറ്റാച്ച്മെന്റ് ആവും. അത് ഉഴപ്പം വിട്ടുകളയാനുള്ള ആള്. കേതു രാഹു അങ്ങനെയല്ല കേട്ടോ. രാഹു എന്ത് ഇടിച്ചേറി നേടിയെടുക്കും. രാഹുവിന്റെ പ്രത്യേകത. വേറെ എന്തെങ്കിലും സംശയം? ഇപ്പൊ രാഹു പറയൂ. നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഒരാളുടെ ജാതകത്തിൽ ഇപ്പൊ രാഹുവിനാണ് കൂടുതൽ ഉണ്ടാവുക, ഒരാൾക്ക് വ്യാഴത്തിനാണ് കൂടുതൽ ഉണ്ടെങ്കിൽ അവരുടെ വിഴുങ്ങിക്കളയുന്നു മറ്റേ കാര്യങ്ങളൊക്കെ കൂടുതൽ. അത് നമ്മളിപ്പോ ജാതകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അവരുടെ ഉം. ജാതപ്രകാരം രാഹു ദശ അപഹാരം അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലാവോ അതോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദോഷമായിട്ട് വരുമോ? ദശ അപഹാരങ്ങളിൽ ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ ദശ അപഹാരം നമുക്ക് അറിയാൻ പറ്റില്ല. അറിയാൻ അപ്പോൾ പറ്റില്ല. അത് നമ്മൾ നോക്കണം. ഈ ആള് എങ്ങനെ നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം. നമ്മുടെ കൂടെ വരുന്നവരും എല്ലാം നമുക്ക് ഇത് KP തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളെ കൂടെയുള്ള ഓരോ ദിവസവും നിങ്ങളത് പഠിക്കും. ഈ ഓരോ ദിവസത്തെ ഫലം പറയാൻ പോലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏത് ഗ്രഹമാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും. നിങ്ങൾക്കിപ്പോ ഈ 12 ഭാവങ്ങൾ ഉണ്ടെങ്കിലും ഈ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇപ്പൊ റൂൾ ചെയ്യുന്ന പ്ലാനറ്റ് ഉണ്ടാവും, ഇപ്പൊ റൂൾ ചെയ്യുന്ന ഭാവങ്ങൾ ഉണ്ടാവും. എല്ലാ സമയത്തും ഒരാളല്ല, ഒരു ഭാവം ആയിരിക്കില്ല നിങ്ങളെ റൂൾ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരു ദിവസം 24 മണിക്കൂർ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ 24 മണിക്കൂർ ഇന്നത്തെ ഒരു ദിവസമായിരുന്നാലും ഇന്നൊരു നല്ല അനുഭവം കിട്ടിയ ആൾക്കാർ ഇതിനകത്തുണ്ടാവും, മോശമായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടാവും. നമ്മുടെ ഗ്രൂപ്പ് ഈ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ അവർ ആ മോശമായിട്ടുള്ള ടൈം എങ്ങനെ വന്നു അവർക്ക്? ആ ഒരു 24 മണിക്കൂറിനിടയിൽ അവർക്ക് എന്തുകൊണ്ട് രാവിലെ ആ മോശം അനുഭവം വന്നില്ല, അല്ലെങ്കിൽ വൈകുന്നേരം വന്നില്ല? ഈ സമയം ഉണ്ടല്ലോ, പ്രത്യേക സമയം, അതെല്ലാം നമ്മൾ ഇനി പഠിക്കും. എന്നിട്ട് നമ്മളെ ഡേ പ്രഡിക്ഷൻ എന്നുള്ള ഒരു സെക്ഷനിൽ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവും. കേട്ടോ? ഓക്കെ സാർ. ഇവിടെ നമുക്ക് രാഹുവിന്റെയും കേതുവിന്റെയും നമ്മുടെ കൂടെ യോഗം ചെയ്യുന്നവരെല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എപ്പോഴും ഒരാളുടെ ജാതകം കാണാതെ തന്നെ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഒരു ജാതകത്തിൽ ഏറ്റവും ഒരാളെ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണ്? വേറെ ഒന്നുമല്ല, അവരുടെ ലൈഫ് നമ്മളൊന്ന് വാച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ്, ഒരാൾ നല്ല തമാശക്കാരനാണ്, സിമ്പിൾ ആയിട്ട് എപ്പോഴും ഹ്യൂമർ സെൻസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ബുധന്റെ ക്യാരക്ടറാണ് അയാൾക്ക് കൂടുതൽ. അയാൾ ബുധന് സ്വാധീനമുള്ളവരായിരിക്കും. വ്യാഴമാണെങ്കിൽ എപ്പോഴും ഒരു ഡീസെന്റ് ആയിട്ടുള്ള നിയമം സംസാരിക്കുന്ന ആളാണ്, ഒരു ഭക്തിയുള്ള ആളാണ്, എപ്പോഴും സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ വ്യാഴത്തിന് സ്വാധീനം കൂടുതലായിരിക്കും. അധികാരം, ഭരണം, രാഷ്ട്രീയം, അങ്ങനെയുള്ള സ്വഭാവം കാണിക്കുക, ദേഷ്യം കാണിക്കുക, എല്ലാവരും അടക്കി ഭരിക്കാനുള്ള ഒരു ഇത് കാണിക്കുക, അതൊക്കെ സൂര്യന്റെ സ്വഭാവമാണ്. എന്നാലേ ഇത്തിരി കയ്യാങ്കളി, വാക്ക് തർക്കം, പെട്ടെന്ന് പ്രതികരിക്കുക, ചൂടൻ സ്വഭാവം കാണിക്കുക, ചൂടുള്ള ആഹാരം കഴിക്കുക, ദേഷ്യപ്പെടുക, ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക, ഇതെല്ലാം ചൊവ്വയുടെ കാലഘട്ടമാണ്. അപ്പോൾ ആ വ്യക്തി ചൊവ്വയാണ്. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ നോക്കിയാൽ മതി. ചെറുപ്പം, പ്രായം കൂടുതൽ തോന്നിക്കാത്ത ആൾക്കാർ, ദേഷ്യം വരുന്ന ആൾക്കാർ, കണ്ണിങ് ആയിട്ടുള്ള സൈന്യാധിപനാണ് ചൊവ്വ. അവിടെ ചൊവ്വയുടെ സ്വാധീനം അയാൾക്ക്, ആ ജാതകത്തിൽ 9 പേരുണ്ടെങ്കിലും അയാൾക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടുതലായിരിക്കും. അത് നമുക്ക് അങ്ങനെ കുറെ കണ്ടുപിടിക്കാൻ പറ്റും. ശനി, വസ്ത്രധാരണത്തിൽ വളരെ ശ്രദ്ധയില്ലാത്ത ആൾക്കാർ, അത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ ശ്രദ്ധയില്ലാത്ത ആൾക്കാർ, അലസമായിട്ട് തലമുടി ചീവാത്തവര്, അല്ലെങ്കിൽ തലമുടിയിൽ ശ്രദ്ധയില്ലാത്തവര്, അവർക്ക് ഒരു ശ്രദ്ധയില്ല. അവർ ഏത് സിറ്റുവേഷനിലും നിൽക്കും. അവർ ഇരിക്കുന്ന ഓഫീസ് ആയിരുന്നാലും നമ്മൾ ഇടപെടുന്നാലും ക്ലീൻ ആയിരിക്കില്ല. അവർക്ക് പൊടിയിലൂടെ ആയിരുന്നാലും, പഴകിയ ഫുഡ് കഴിക്കുന്നവർ, നിങ്ങളെ കൊണ്ടുവന്ന് ഇത്തിരി ചളിച്ച ഫുഡായിരുന്നാലും അവർ കഴിക്കും. സ്ട്രീറ്റിൽ നിന്നൊക്കെ ആയിരുന്നാലും ഫുഡ് കഴിക്കാൻ താല്പര്യം. അവർക്ക് നീറ്റ് എന്നുള്ള വിഷയം വലിയ പ്രശ്നമില്ലാത്തവര്, അതൊക്കെ ശനിയുടെ കാലഘട്ടത്തിൽ കയറും. ചന്ദ്രൻ, ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടറിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ എന്തെടുത്തു കഴിഞ്ഞാലും ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നവര്, എന്ത് വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാലും അവസാനം സെക്സിൽ കൊണ്ടെത്തിക്കുന്നവര്, ശുക്രന്റെ കാരകത്വം. മദ്യപിക്കുന്ന, ലഹരിക്ക് ഉപയോഗിക്കുന്ന, അതിനനുസരിച്ച് ആ കാരകത്വത്തിന് പ്രശ്നം ഉണ്ടോന്ന് പറഞ്ഞാൽ ശുക്രൻ ജാതകത്തിൽ ബലവാനാണോ ദോഷവാനാണോ എന്നനുസരിച്ചിരിക്കും. അതും നമുക്ക് അവരുടെ സ്വഭാവം കൊണ്ട് അറിയാൻ പറ്റും. ഇപ്പൊ വ്യാഴം നല്ല ഭക്തിയാണ്, കപട ഭക്തിയാണ്. വ്യാഴം നല്ല ബലവാനാണ്, നല്ല രീതിയിലാണെങ്കിൽ വ്യാഴം കൊള്ളാം, അത് ഓക്കെ, നല്ല ഇഴയായിരിക്കും. ചിലർ പറ്റിക്കാൻ വേണ്ടി ഭക്തി കാണിക്കുന്നവരുണ്ടാവും. അതൊക്കെ വ്യാഴത്തിന്റെ കൂടെ മറ്റ് പാവഗ്രഹങ്ങളുടെ യോഗം, വ്യാഴം ബലം കുറഞ്ഞതുകൊണ്ടൊക്കെ അത് വരും. അതൊക്കെ നമ്മൾക്ക് ഒരു നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സംശയം? സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ നമ്മൾ ഈ രാഹു കേതുക്കളുടെ ഇപ്പൊ നമ്മൾ ABCD പറഞ്ഞിട്ട് 4 പോയിന്റ്സ് പറഞ്ഞല്ലോ. ഇതിലെല്ലാം നമ്മൾ 5 ഡിഗ്രിക്കുള്ളിലുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതിയോ? മതി, കൂടുതൽ 3 ഡിഗ്രിയാണ്. ചില സോഫ്റ്റ്വെയർ പറയുന്നത് 3 ഡിഗ്രിയാണ്. അത്രയും അടുത്ത് വരണമെന്നാണ് പറയുന്നത്. 5 ഡിഗ്രി വരെ എടുക്കുന്നുണ്ട് KP ആസ്ട്രോളജർമാര്. 5 വരെ, അത് യോഗമായാലും ദൃഷ്ടിയായാലും എല്ലാം 5 ഡിഗ്രി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വ്യാഴത്തിന്റെ കൂടെ യോഗം ചെയ്യുന്ന രാഹു 5 ഡിഗ്രി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫലം പറയേണ്ട കാര്യമില്ലല്ലോ. എടുക്കണ്ട. ഓക്കെ സാർ.
നമ്മുടെ ആ ട്രഡീഷണലി വ്യാഴത്തിന് കൂടെ നിൽക്കുന്ന രാഹു ഗുരുചണ്ഡാല യോഗം എന്നൊക്കെയാണല്ലോ നമ്മൾ അവിടെ പറയാം. നമ്മൾ KP അപ്പൊ അത് അത് സ്വീകരിക്കില്ല, എടുക്കാം. അതെ അതെ എടുക്കില്ല. അപ്പൊ നമ്മൾ അത് അതാണ് കൃത്യമായിട്ട് നമ്മളിവിടെ നോക്കണം. ഓക്കെ KP നമ്മൾ യോഗം നോക്കണം. ആ നിൽക്കുന്ന ഇതാ ഇവിടെ തന്നെ നോക്ക്. ഞാൻ ഇവിടെ ഈ രാഹു 7 ഡിഗ്രി 5 മിനിറ്റും ശുക്രൻ 13 ഡിഗ്രി 49 ഇതുപോലെ ഞാൻ മടിച്ചാണ് എടുത്തത്. ഇത് ഞാൻ മനസ്സിലായി ഫലത്തിൽ മനസ്സിലായി. നോക്കുമ്പോ അനുഭവ ഫലത്തിൽ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഈ ശുക്രനെ പരിഗണിക്കാറുള്ളൂ. ഉം. അപ്പൊ സെയിം ഡിഗ്രിയിൽ നിൽക്കുന്നൊക്കെ ആണെങ്കിൽ വളരെ ദോഷം ചെയ്യും അല്ലേ സാറേ? അപ്പൊ അങ്ങനെ വളരെ നോക്കുമ്പോ വളരെ വളരെ സ്വാധീനിക്കും. അത് ദോഷമാണോ നല്ലതാണോ അല്ല ചീത്തയാണോ എന്നുള്ള പിന്നെയാണ്. ഒന്ന് ചിന്തിക്കണം. പക്ഷെ വളരെ സ്വാധീനിക്കും സെയിം ഡിഗ്രി ഒക്കെ വളരെ ആണെങ്കിൽ അല്ലെ? ഉറപ്പായിട്ട് വളരെ സ്വാധീനം ചെയ്യും. വളരെ സ്വാധീനം. ഓക്കെ സാർ. പിന്നെ അതുപോലെ ഒരു അത് കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ, നമ്മൾ സിഗ്നിഫിക്കേറ്റർ പറഞ്ഞു, അതായത് നമ്മൾ ആ ഭാവം ആ ഏതൊക്കെ ഭാവത്തിന്, അത് നമ്മള് ഇപ്പൊ സോഫ്റ്റ്വെയറിൽ നോക്കിയിട്ടല്ലേ നമ്മൾ എടുത്തത്? ആണ് അതെ അതെ. അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ എന്താ തന്നെയാണ്. വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നില്ല, എനിക്ക് നിർഭാഗ്യവശാൽ കേൾക്കാനും പറ്റിയില്ല, ഞാൻ ഉടനെ കേൾക്കും. അപ്പോ അതാണ് സാറിന് സോഫ്റ്റ്വെയർ ചോദിച്ചത്. നോക്കി അപ്പൊ തന്നെയാണ് നോക്കിയിട്ടാണ് സിഗ്നിഫിക്കേറ്റർ ഇപ്പൊ നമ്മൾ തൽക്കാലം എടുത്തത് അല്ലേ? ഓക്കെ അതെ. ഓക്കെ സാർ. ഓക്കെ നിങ്ങൾക്ക് സാർ, ആ താങ്ക് യു. സോഫ്റ്റ്വെയർ മനസ്സിലാക്കാനുള്ള വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. അത് കണ്ടല്ലോ. എല്ലാരും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ജഗന്നാഥ മറ്റേത് എടുത്തിട്ടുണ്ട് സാർ, എന്താ മറ്റേ ഇത് ഇന്നതല്ല, ആസ്ട്രോസേജും അസ്ട്രോസേജ് എടുത്തിട്ടുണ്ട്. അസ്ട്രോസേജ് എടുത്തിട്ടുണ്ട് സാർ. അസ്ട്രോസേജ് ജ്യോതിഷാപ്പും എടുത്തിട്ടുണ്ട്. ജ്യോതിഷാപ്പ് ജ്യോതിഷ ജ്യോതിഷാപ്പ് ആപ്പ് ലാപ്ടോപ്പിലാണോ ജ്യോതിഷ ആപ്പ്? ഇല്ല അല്ലെ? ഇത് മൊബൈലിൽ തന്നെയാണ് മൊബൈലിലാണ്. ജ്യോതിഷാപ്പ്. ഓക്കെ 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 സാർ. രണ്ടിലും ഇത് അസ്ട്രോസേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഈ ജ്യോതിഷാപ്പ് സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് ഓഫ്ലൈൻ ഓക്കെ ആണ് സാർ. കേട്ടോ. നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാം. ഓക്കെ നെറ്റ് വേണം. മറ്റേതിലാണെങ്കിൽ പരസ്യവും നെറ്റും എല്ലാം വന്നിരിക്കും. ഇത് ഓഫ്ലൈൻ ആണ്. തൽക്കാലം നമ്മൾ ഇത് യൂസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച് നല്ലവണ്ണം തെളിഞ്ഞതിന് ശേഷം കുറെ നല്ല പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ആവും. നിങ്ങൾ കൈകാര്യം ചെയ്ത് ഫലം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷവും നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി തുടങ്ങും. ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ കൂടിയ സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ മാത്രം ലാപ്ടോപ്പിലേക്കും വിലയുള്ള സോഫ്റ്റ്വെയറിലേക്ക് കയറി പോകുക കേട്ടോ. ഓക്കെ സാർ. ഈ ജ്യോതിഷ പറയാം. JYUTHISA അങ്ങനെ തന്നെയാണോ സ്പെല്ലിംഗ്? ഗ്രൂപ്പിനകത്ത് അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം സാർ, നോക്കിക്കോളാം. ഓക്കെ ഗ്രൂപ്പിനകത്ത് ലിങ്ക് ഓക്കെ ഉണ്ട്. സാർ. അത് കയറി ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ. വേറെ രാഹു കേതുക്കളെ കുറിച്ച് സംശയം? രാഹുവിനെ കേതുവിനെയും സംശയമില്ലല്ലോ വേറെ ആർക്കെങ്കിലും? സാർ ഒരു ഇന്നത്തെ കാര്യം ക്ലാസ് ചോദിച്ചോട്ടെ, ഈ 4-ല് രാഹു നിൽക്കുമ്പോ എനിക്കൊരു അനുഭവമാണ് കേട്ടോ അത്. 4-ല് രാഹു നിൽക്കുമ്പോ അമ്മ ഒരു കിടന്ന് മരിച്ചുപോയ അനുഭവങ്ങൾ എനിക്കൊരു 5-6 ജാതകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, നിങ്ങൾക്ക് രാഹു 4 നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അത് ഏത് രാശിയാണെന്ന് നമ്മൾ ആദ്യം നോക്കുക ഫസ്റ്റ്. ഓക്കെ. ഏത് രാശിയാ? എല്ലാ രാശിയിലും അങ്ങനെ വരുന്നുണ്ടോ? ഏതെങ്കിലും പ്രത്യേക രാശിക്ക്? അല്ല, ഞാൻ കണ്ടതിന്റെ പ്രത്യേകത ആയിരിക്കും. എവിടെ 4-ല് രാഹുവിനെ കണ്ടാലും അമ്മ കുറച്ചു നാള് കിടന്നു മരിച്ചൊരു യോഗം, അതായത് അമ്മക്ക് ഇങ്ങനെ കിടക്കാനുള്ള ഒരു യോഗം കണ്ടു. അത് 4-ാം ഭാവത്തിന്റെ പ്രത്യേകതയായിരിക്കാം. രാഹു 4-ൽ ഒരാളുടെ തുലാലഗ്നായിരുന്നു, ഒരാളുടെ തുലാലഗ്നം ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ കുറെ കേസുകൾ, ഇപ്പൊ മേടലഗ്നം, തുലാലഗ്നം ഒക്കെ 4 രാഹു ആണ് എനിക്ക് കോമൺ ആയിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഞാൻ സാറിനോടൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. ആയിരിക്കാം. അതെ, ഇപ്പൊ 4-ല് പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ബലം അതാണ്. ഓക്കെ. അത് അമ്മയ്ക്കും ക്ലേശത കൊടുക്കണം, സുഹൃത്തുക്കൾക്ക് വാഹനം, ഏത് നിമിത്തത്തിലും അത് വരും. ഏത് വിഷയത്തിലൂടെ അത് കയറി വരും. ഓക്കെ സാർ കേട്ടോ. അത് 4-ല് പാവഗ്രഹം നിൽക്കുന്നതിന്റെ ബലമാണ്. രാഹു ആയതുകൊണ്ടുള്ള ബലം അവിടെ കാണിക്കും. അതിൽ പാവന്റെ രാശിയിലാണെങ്കിൽ കൂടുതൽ ബലം കിട്ടും, ദോഷമായിട്ടുള്ള ബലം കൂടുതൽ കിട്ടും. തുലാം രാശിക്ക് 4-ല് രാഹു നിൽക്കുമ്പോഴേ അവൻ ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിലാണ്. അതെ അതെ അതെ. ഇനി അത് വിഷയം ഉണ്ടാക്കും അല്ലെ? ശനി സുഹൃത്തായാലും പ്രശ്നം ഉണ്ടാക്കും, ചീറ്റ് ചെയ്യും. ഈ രാഹുവിനെ എപ്പോഴും ശ്രദ്ധിക്കുക. രാഹു ചതിക്കും. രാഹു ചീറ്ററാണ്, ചീറ്റി. രാഹു എപ്പോഴും ചതി പ്രതീക്ഷിക്കണം കേട്ടോ. എന്തിനേയും പറഞ്ഞു പറ്റിക്കുക, ചതിക്കുക എന്നുള്ള ഒരു ഫലം കൂടെ രാഹുൽ ഉണ്ടാവും. നിയമം രാഹുൽ കിടക്കും, നിയമം, കേസ്, വഴക്കുകൾ. അപ്പൊ ഈ രാഹുവിന് ഒരു ഫലം കൂടെ ഉണ്ടാവും. അപ്പൊ തന്നെ 7-4 ഭാവങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇത് അനുഭവത്തിൽ വരും. രാഹു നമ്മൾ അന്ന് പറഞ്ഞ ക്ലാസ് തുടങ്ങിയ രാഹു നാൽക്കാലി രാശികളിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, 4-ാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ നാൽക്കാലി നിമിത്തമായിട്ട് പ്രശ്നം വരും, അപകടം. ആ രാശിയിലും കൂടെ കണക്ട് ചെയ്തെങ്കിൽ കേട്ടോ. സാറത് ഈ രാഹുല് 9-ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മന്ത്രസ്ഥാനം അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ നമ്മള്. അപ്പൊ ഈ 9-ഉമായിട്ട് ബന്ധം വരുന്നു. ആ രാഹു നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതാണോ 9-ല് ഉണ്ടാവുക? അതോ
രാഹു എപ്പോഴും 9ാം ഭാവത്തിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ ഒരു സ്ഥാനം കൊടുക്കും. സ്പിരിച്വാലിറ്റി ഉണ്ടായിരിക്കും അയാൾക്ക്. ആത്മീയത കാണാം. കാരണം അയാൾ 9ാം ഭാവത്തിന്റെ ബലം അവിടെ കാണിക്കണമല്ലോ. അതെ അതെ അതെ. പക്ഷെ അവിടെ ഒരു പൂർണ്ണത കിട്ടൂല. പൂർണ്ണത അത് ഇല്ല. ഗുരുക്കന്മാരുടെ കാര്യത്തിലും ചിലപ്പോ എന്താണെന്നറിയോ, 9ൽ നിൽക്കുന്ന രാഹു ഗുരുക്കന്മാര് പറ്റിക്കും. ഗുരുക്കന്മാര് പറ്റിക്കും, അതായത് ഗുരുക്കന്മാര് പറ്റിക്കും. ഗുരുക്കന്മാര് ഇയാളെ പറ്റിക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു വിദ്യകളുടെ പിറകെ പോകുമ്പോഴായിരിക്കും അവസാനം ഇതല്ല മറ്റേന്ന് പറഞ്ഞ് പല ഗുരുക്കന്മാരെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗുരുക്കന്മാരിൽ നിന്നുള്ള ചീറ്റിംഗ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇയാള് പെട്ടെന്ന് വളരും. 9ാം ഭാവത്തിൽ ഗുരു നിൽക്കണം. ഒരു ശിഷ്യന്മാരൊക്കെ ഇയാൾ ആ ഒരു കൂട്ടത്തിൽ പെട്ടെന്ന് കയറി വരും. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടൂല. കാരണം ഈ രാഹു ആണ് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലം കൂടുതൽ കാണിക്കും. ഇനി ഗുരു നിന്ന സംഭവിക്കുമെന്നും പറയാം. ഗുരുവിന് ഇഷ്ടപ്പെടാത്ത അവസ്ഥകൾ വരും ഇദ്ദേഹത്തിനെ കുറിച്ച്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം മതിയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതൊക്കെ അതിനകത്ത് വരും. പിന്നെ 12 മോക്ഷസ്ഥാനമാണ്. 12ാം ഭാവത്ത് 12 ബന്ധപ്പെട്ട വിദേശ യാത്രകള്, മറ്റേ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്, വിദേശ സാധനങ്ങള്, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്യും. 12 നാശമാണ്. അപ്പോൾ 12 രാഹു നിൽക്കുന്നത് നമുക്ക് നശിക്കാത്ത സാധനം നമുക്ക് വേണം. രാഹുവിന് അറിയാം ഈ സാധനങ്ങൾ പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ക്വാളിറ്റി കൊടുക്കും. എക്സ്പോർട്ട്, വിദേശ വസ്തുക്കള് നാശമില്ലാതെ കുറച്ചും കൂടെ ക്വാളിറ്റി ചെക്കിങ് ചെയ്യും 12 രാഹു എന്ന് കഴിഞ്ഞാൽ. സാധനങ്ങളുടെ ക്വാളിറ്റി ചെക്കിങ് ചെയ്യുന്ന പറഞ്ഞാല് ക്വാളിറ്റി നമ്മൾ സാധനം എടുക്കാൻ പോവുകയാണെങ്കിൽ ഇത്തിരി വില കൂടിയ സാധനങ്ങൾ എടുക്കും. നല്ല കുറച്ചുകൂടെ ഡ്യൂറേഷൻ. ചെലവ് 12ാം ഭാവം എന്ന് പറയുന്നത് ചെലവിന്റെ സ്ഥാനമാണ്. ചെലവ് ഒരു വിഷയമല്ല. 12 എന്ന് പറയുന്നത് വിദേശമാണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആണ്. ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് 12 ആണ്. പിന്നെ എന്ത് സാധനവും നമുക്ക് കിട്ടുകയാണെങ്കിൽ 12ാം ഭാവത്തിന്റെ ബന്ധം വേണം. ഇനി വണ്ടി വാങ്ങണമോ, എന്തും വീട് വാങ്ങണോ, എന്തിനും 12ാം ഭാവത്തിന്റെ ബന്ധം വേണം. കാരണം 12 ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. രാഹു 12 നിൽക്കുകയാണെങ്കിൽ ആൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പല വിഷയങ്ങളും അയാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ചെലവാക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടൊന്നും കാണില്ല. ധനം ചെലവഴിക്കും. വിദേശ വസ്തുക്കൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി, മറ്റ് സഞ്ചരിക്കുന്നതിന് വേണ്ടി, അതെല്ലാം രാഹു 12 നിൽക്കുകയാണെങ്കിൽ ഫലം കൊടുക്കും കേട്ടോ. നല്ല സാധനം വിദേശയാത്രകൾ ചെയ്യും, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അതാ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് വിദേശയാത്ര ചെയ്യും എന്നുള്ളതാണ്. അല്ലല്ല, ഇതെല്ലാം വേറെ വേറെ ഫലങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം ഓരോ ഫലങ്ങളാണ്. രാഹു ചെയ്യാൻ പോകുന്ന ഫലങ്ങളാണ് ഇതെല്ലാം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് സാധനം വാങ്ങുക, അതിനെല്ലാം പൈസ ചെലവാക്കുക, ചെലവ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, വിദേശ യാത്രകൾ ചെയ്യുക, ഇതെല്ലാം വിദേശ വസ്തുക്കൾ കീപ്പ് ചെയ്യുക, അതെല്ലാം രാഹു 12 നിൽക്കുമ്പോൾ കൊടുക്കും. പിന്നെ അളവില്ലാതെ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി രാഹുവിനുണ്ടെന്ന് പറയാം. ഉണ്ട്, അളവില്ലാതെ ചെയ്യും. അതല്ലേ പറഞ്ഞത്, എത്രത്തോളം വലിച്ചു വാരി എടുക്കുമെന്ന് പറഞ്ഞില്ലേ. രാഹു വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 9 എന്ന് പറയുന്ന ഭാവത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഉന്നത പഠനത്തെയും അത് കണ്ടല്ലോ. എപ്പോഴും നമ്മളെ ഒരു ഫലം പറയുമ്പോ എപ്പോഴും ശ്രദ്ധിക്കാൻ, രാശി, ഗ്രഹം, ഭാവം, ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിലിട്ടായ. രാശി, ഗ്രഹം, ഭാവം. ഗ്രഹം എന്ന് പറയുന്നത് ആക്ടറാണ്. ഭാവം എന്ന് പറയുന്നത് വേഷം, റോൾ. രാശി എന്ന് പറയുന്നത് സ്റ്റേജ് അല്ലെങ്കിൽ ലൊക്കേഷൻ. ഇത് എപ്പോഴും മനസ്സിലായിക്കോണം. രാശി സ്റ്റേജാണ്, ഗ്രഹം ആക്ടറാണ്, ഭാവം എന്ന് പറയുന്നത് റോളാണ്, വേഷമാണ്. അതിപ്പോ രാഹു ആയാലും സൂര്യനായാലും എല്ലാം. ഇപ്പോ വ്യാഴം ആക്ടറാണ്, വ്യാഴം എന്ന് വെച്ചോളൂ. വ്യാഴം നിൽക്കുന്നത്, വ്യാഴം
ഭാവത്തിലാണ്. 9ാം ഭാവമാണെങ്കിൽ ആ വ്യാഴം അച്ഛന്റെ വേഷം ചെയ്യണം, ഗുരുവിന്റെ വേഷം ചെയ്യണം. 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 7ാം ഭാവമായിട്ടാണ് ബന്ധം വരികയാണെങ്കിൽ ഭാര്യയുടെ വേഷം ചെയ്യേണ്ട ആളാണ് വ്യാഴം. രാശി വളരെ പ്രാധാന്യമുള്ളതാണ്. ജലരാശി, നരരാശി, ചതുഷ്പാദ രാശി, ആഗ്നേയ രാശി, ഇതെല്ലാം രാശികളുടെ സ്വഭാവവും ഇതിന് ഫലം കാണിക്കും. അത് എങ്ങനെയാണ് ഫലം തരുന്നത് എന്നുള്ള ഫലം പ്രവചനം ചെയ്യാൻ ഈ 3 വിഷയം കണക്ട് ചെയ്താലേ പറയാൻ പറ്റൂ. നിങ്ങളെല്ലാം ചോദിച്ചത് 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ഭാവം മാത്രമേ നിങ്ങൾ ചോദിച്ചോളൂ. ഇതിനെല്ലാം വ്യത്യാസം വരും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം. കാരണം 12ാം ഭാവം ഏത് രാശി, 12ാം ഭാവത്തിലെ രാഹു ഏത് ഗ്രഹത്തിന്റെ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന രാഹു ആയിരിക്കില്ല വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്നത്. ശുക്രന്റെ രാശിയിൽ നിൽക്കുന്ന രാഹു ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. വസ്ത്രം, സൗന്ദര്യ വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചൊവ്വയിൽ നിൽക്കുന്നത് രാഹു വേറെ ആയിരിക്കും കൊടുക്കുന്നത്. വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ സ്വഭാവം ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആത്മീയ സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാഹു ആയിരിക്കും. അല്ലെങ്കിൽ വ്യാഴത്തിന്റെ കുറച്ച് സാധനം, വ്യാഴം ബൃഹത്തനു എന്നാണ് പറയുന്നത്. അപ്പൊ വ്യാഴം എപ്പോഴും വലിപ്പം ഉള്ള അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കും വ്യാഴം. ചൊവ്വയുടെ രാശി എന്ന് പറയുന്നത് രൗദ്രതയുള്ള ഇതാണ്. ഈ ചൊവ്വയുടെ രാശിയുള്ള എപ്പോഴും എന്ന് പറയില്ലേ, ഈ എന്താ പറയല്ലേ, ഉപകരണങ്ങള്, ടൂൾസുകള്, ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, കാരണം ഷാർപ്പാണ്, ആയുധങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന വിഷയങ്ങളായിരിക്കും ഈ രാഹു കൂടുതൽ ചെയ്യുന്നത്, ആ രാശിയിൽ നിൽക്കുന്നത്. ഇതിനോടൊപ്പം പ്ലസ് യോഗം, ദൃഷ്ടി, ഇതെല്ലാം പരിഗണിക്കണം. KP-യിലായിരുന്നാലും ട്രഡീഷണലായിരുന്നാലും അതിനെല്ലാം ഫലം പറയുമ്പോൾ ആ സ്വാധീനം ചെയ്യാൻ പറ്റും. ഒറ്റ റോള് വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഫലം പറയുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഈ 12ാം ഭാവവും രാഹുവിനെയും ബേസ് ചെയ്ത് മാത്രമാണ് പറയുന്നത്. ഇതിൽ ഫലം പറയാൻ പോകുന്ന വ്യത്യാസം വരുന്നത് അവരോട് യോഗം ചെയ്യുന്നത്, അവരുടെ രാശിയിൽ നിൽക്കുന്നത്, അതിനനുസരിച്ച് ഫലത്തിന് വ്യത്യാസം വരും. ഈ ഒരു 3 സ്റ്റേജ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കും. രാശി, ഗ്രഹം, ഭാവം, ഇത് 3 ചേരുമ്പോഴാണ് ഫലം ഒത്തുവരുന്നത്. അപ്പൊ ജലരാശി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ജലരാശി നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണെങ്കിൽ അവൻ അവൻ ജലമാണ് അല്ലെങ്കിൽ പാലാണ്. ജലരാശി നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണെങ്കിൽ ഇവിടെ ആ ഗ്രഹം ലിക്വിഡാണ്, പെട്രോളാണ്, അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള ജലത്തിൽ തന്നെ തീ പിടിക്കാൻ ലിക്വിഡ് ഫേമിലുള്ള സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞതിന്റെ ഇത് പൊരുൾ മനസ്സിലായോ? രാശിയും ഗ്രഹവും തമ്മിലുള്ള കോമ്പിനേഷൻ, ഇതാണ് ഫലം പ്രവചിക്കുമ്പോൾ ഫലം നമുക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഈ ഇതിലൂടെ. രാശിയും ഗ്രഹവും എല്ലാം നോക്കിയിട്ടാണ്, ഭാവവും കണക്ട് ചെയ്താണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടെ, ഈ 9ൽ നിൽക്കുന്ന രാഹുവിന്റെ കാര്യം പറഞ്ഞു, അതിൽ കുറെ ഘടകങ്ങൾ നമ്മൾ നോക്കണം എന്നും പറഞ്ഞു. അപ്പോ ഈ പൂർണ്ണതയില്ല എന്ന് പറഞ്ഞല്ലേ ഈ സ്പിരിച്വാലിറ്റിക്ക്, അതായത് ഒരു അങ്ങനെ അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ നമ്മളൊരു സ്പിരിച്വാലിറ്റിക്ക് എത്താൻ ശ്രമിച്ചാലേ എത്തില്ല എന്ന് തന്നെയാണോ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, അതോ കുറെ ഗുരുക്കന്മാരിലൂടെ എത്തുന്നാണോ? കുറെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പറ്റിക്കപ്പെട്ടിട്ട് നോക്കണം. രാഹു നിൽക്കുന്ന വ്യാഴത്തിന്റെ രാശിയിലാണോ, 9ാം ഭാവത്തിന്റെ വേഴ സ്വാധീനം ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ KP-യിൽ നോക്കുമ്പോൾ 9ാം ഭാവത്തിന്റെ CSL എടുത്ത് നോക്കും. അവിടെ രാഹു നിൽക്കുന്നു മാത്രമൊന്നുമില്ല, ആ 9ാം ഭാവത്തിന്റെ CSL നോക്കുമ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റും ഇത് പൂർണ്ണതയിലെത്തൂ അത് പറ്റിക്കപ്പെടുമോ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാവും. അവിടെ ശുഭഗ്രഹങ്ങളുടെ യോഗം എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്, അതോ വ്യാഴത്തിന്റെ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇല്ല, അവിടെ ചിലപ്പോൾ വ്യാഴം തന്നെ പണി കൊടുക്കുന്നവരുണ്ട്. വ്യാഴം പണി കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. സാറേ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നതില് ഈ രാഹു 9ൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ കാര്യത്തില് ഈ ഒരു സമയത്ത് ആ ഒരു ദശാകാലത്തെ കേതുവിന്റെ സാന്നിധ്യം ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലെ? ഉണ്ടാവും, കേതുവിന്റെ സാന്നിധ്യം വരാം. 9 സ്പിരിച്വാലിറ്റി, ഈ സ്പിരിച്വാലിറ്റിയുടെ ഭാവം ഉണ്ടല്ലോ, സ്പിരിച്വാലിറ്റി 12 ധ്യാനമാണ്. 12ന്റെ ബന്ധം, അന്യദേശം, അതൊക്കെ കൊടുക്കണം. 9, 12ന്റെ ഒക്കെ ബന്ധം വരുമ്പോഴേ ഇവിടെ നിന്ന് എല്ലാം ചുറ്റുകിട്ടി പോകുന്നത്. 9ാം ഭാവത്തിന്റെ ബന്ധം വരും, 12ന്റെ ബന്ധം വരും, അങ്ങനെ പോകുന്നതാ. എല്ലാം ഉപേക്ഷിച്ച് പോകണം. അതെല്ലാം കഴിഞ്ഞ് ആ ദശ തീരുമ്പോ തിരിച്ചു വരും. ഈ നമുക്ക് നിങ്ങളും എല്ലാം അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്കായിരുന്നാലും ഒരു മാറ്റം. നിങ്ങൾ പണ്ടത്തെ ആളല്ല. പണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കും. യാത്ര പോകുന്ന സ്വഭാവം കാണും, പുസ്തകത്തോട് സ്വഭാവം കാണും. അതെല്ലാം നിങ്ങളിപ്പോ മാറിയിട്ടുണ്ടോ? നിങ്ങൾ വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? അതിനെല്ലാം കാരണം നിങ്ങളുടെ ജാതകത്തിന് ദശാകാലങ്ങൾ മാറുന്നതുകൊണ്ടാണ്, ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് മാറുന്നതുകൊണ്ടാണ്.
അതെ അതെ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പൊ നിങ്ങളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദശ അപഹാര ചിത്രം അവരാണ്. ദശ അപഹാരം ചിത്രം DBA എന്ന് പറയും. DBA, ദശ ഭുക്തി അന്തര. ഈ വരുന്ന പ്ലാനറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. കേട്ടോ, ദശ ഭുക്തി അന്തര. ഇവരെ കോമ്പിനേഷൻ ഇവരെന്താണോ സ്വീപ് ചെയ്ത്, ഇപ്പൊ രാഹു 9 നിൽക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ രാഹു അവിടെ നിന്നിട്ടുന്ന കാര്യമില്ലല്ലേ. 9 പറയില്ലേ, മറ്റേ കുങ്കുമപ്പൂ കൊണ്ടു നടക്കുന്ന കഴുതയെ പോലെ ആവാം. നല്ല ഫലം തരുന്ന ഗ്രഹങ്ങൾ ജാതത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദശ അപാര ചിത്രങ്ങളിൽ അവരുടെ സ്വാധീനം വന്നാൽ മാത്രമേ അവർക്ക് ഫലം കിട്ടൂ. അതുപോലെയാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം നമുക്ക് എപ്പോഴായാലും കിട്ടും. അവരാണ് നമ്മളെ റൂൾ ചെയ്യുന്നത്. സാർ ഒരു സംശയം, ഈ 12-ൽ നിൽക്കുന്ന രാഹു ശരിക്കും നമ്മള് ഒരു 12-ൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ അവർ മറ്റുള്ളവരെ ഇപ്പൊ അവർക്കൊരു ദോഷം ഹോസ്പിറ്റലൈസേഷൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ ആൾക്കാരെ പരിചരിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഒരു അസുഖം ഇല്ലാണ്ട് അങ്ങനെ ഇതുണ്ടാവും ഈ കോമ്പിനേഷൻ? 12ാം ഭാവം ഹോസ്പിറ്റലൈസേഷൻ മാത്രമല്ല. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ 12 ഭാവം ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതിനോടൊപ്പം ഹോസ്പിറ്റലൈസേഷൻ ആണ്, വിദേശവാസമാണ്. വിദേശവാസം, വീട് നമ്മൾക്ക് പരിചയമില്ലാത്ത സാഹചര്യത്തില്, ഭാഷയില്, സംസ്കാരത്തിൽ കഴിയുന്ന ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് താമസിക്കേണ്ട അവസ്ഥ 12 പിന്നെ ചിലവ് 12 ചിലവ്, ധ്യാനം 12 ഹോസ്പിറ്റൽ, വിദേശവാസം, ചെലവ്, ധ്യാനം, വിദേശവാസവും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും 12 അപ്പൊ ഈ ഫലങ്ങളെല്ലാം ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നത് തടവറ എന്ന് പറഞ്ഞാൽ 4 ചുമരക്കുള്ളിലാവുന്നു. ഇതെല്ലാം ഈ 12ാം ഭാവമാണ്. അപ്പൊ ഈ 12ാം ഭാവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ഇപ്പൊ രാഹു 12ൽ നിന്നു എന്ന് പറഞ്ഞില്ലേ, രാഹു 12ൽ, ഈ രാഹു ചിലപ്പോൾ 12ാം ഭാവത്തിന് ഫലം തരില്ല. അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഈ രാഹു 12ാം ഭാവത്തിന് ഫലം തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഏതൊരു ഗ്രഹത്തിന്റെയും ഫലം തരുന്നത് ആരാ? അവരുടെ നക്ഷത്രനാഥനാണ്. ഈ രാഹുവിന്റെ 12ന്റെ ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ രാഹു 12 നിൽക്കുന്ന ഫലം തരുന്നത് രാഹു ഏതെങ്കിലും പ്ലാനറ്റിന്റെ നക്ഷത്രനാഥിട്ടുണ്ട്. ചൊവ്വയുടെ എന്നല് രാഹു ആണെങ്കിൽ ഇവിടെ 12 കിട്ടും. നിങ്ങളെ ഈ ചൊവ്വ നിൽക്കുന്നത് ചിലപ്പോൾ 10ലോ 7ലോ ഒക്കെ നല്ല ബലവാനായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവിടെ കിട്ടുന്നത് ഈ രാഹുവിന്റെ ഫലമാണ് 12ന്റെ. അതാണ് KP. അത് നമ്മൾ ഇനി പഠിക്കും. നമ്മള് സ്ക്രിപ്റ്റിംഗ് എന്നുള്ള രണ്ട് ക്ലാസ് കഴിയുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾക്ക് 6ാം ഭാവം വരെ മാത്രമേ ഹൗസ് ഗ്രൂപ്പിംഗ് ആയിട്ടുള്ളൂ. ഹൗസ് ഗ്രൂപ്പിംഗ് ആയിട്ടല്ല അല്ലേ? സാറേ ഒരു സംശയം, ഈ രാഹു നിൽക്കുന്ന നക്ഷത്രമാണോ, രാഹു ഏത് നക്ഷത്രം നിൽക്കുന്നുണ്ട് അങ്ങനെയാണോ നമ്മൾ നോക്കേണ്ടത്? അത് രാഹു നിൽക്കുന്ന നക്ഷത്രത്തിന്റെ ഫലം രാഹു നിൽക്കുന്ന നക്ഷത്രനാഥന്റെ ഫലം. അതായത് കുജനാണെന്നുണ്ടെങ്കിൽ, മീൻസ് കുജന്റെ നക്ഷത്രത്തിലാണെന്നുണ്ടെങ്കിൽ കുജൻ എവിടെ 12ന്റെ ഫലം തരുമെന്നല്ലേ സാർ? കുജൻ അല്ലല്ല, ഇവിടെ ഞാൻ തിരിച്ചാ വന്നത്. രാഹു 12ലാണ് നിൽക്കുന്നത്. പക്ഷെ കുജൻ നിൽക്കുന്നത് 10ലോ 7ലോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ രാഹു ചൊവ്വയുടെ എണ്ണല്ലായതുകൊണ്ടാണ്. അത് ചൊവ്വ നിൽക്കുന്നത് രാഹുവിന്റെ തിരുവാതിര നക്ഷത്രത്തിലോ അങ്ങനെ വന്നാലും കിട്ടും. അപ്പൊ രണ്ടും ചിന്തിക്കണം. ചിന്തിക്കണം. രണ്ടല്ല, ഇതാണ് ആദ്യം എടുക്കുക. ചൊവ്വയെ നോക്കുമ്പോ രാഹുവിനെയാണ് നോക്കേണ്ടത്. മനസ്സിലായി. നിങ്ങൾ ആദ്യം ഇത് നമ്മൾ ഇനി പഠിക്കും. 12 നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് രാഹു 12ന്റെ ഫലം തരുമെന്ന് ഉറപ്പല്ല. KPയിൽ, പ്രത്യേകിച്ച് KPയിൽ രാഹു 12ന്റെ ഭാവം തരുന്ന രാഹുവിന്റെ ദശ അപഹാരത്തിലല്ല എന്നാണ് പറയുന്നത്. രാഹുവിന്റെ ദശ അപഹാരത്തിലായിരിക്കില്ല. രാഹു 12ന്റെ ഫലം തരുമായിരിക്കും. പക്ഷെ തരുന്നത് രാഹു ഏതെങ്കിലും ഗ്രഹത്തിന്റെ ആവുകയാണെങ്കിൽ അവരുടെ ഭാവത്തിലായിരിക്കും തരുന്നത്, അവരുടെ റോളില്, അവരുടെ സമയത്തായിരിക്കും തരുന്നത്. നക്ഷത്രത്തിന്റെ സമയത്ത് അതിനാണ് കൂടുതൽ സ്വാധീനം. ഹൗസ് ഗ്രൂപ്പിന്റെ 2 വീഡിയോ ഇട്ടതില് ആ നിയമം പറയുന്ന കൂട്ടത്തില് ഏതൊരു ഗ്രഹത്തിന്റെയും ഫലം തരുന്നത് അതിന്റെ നക്ഷത്രാധിപതിയാണ് എന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ പഠിക്കുന്ന നിയമമാണ് കേട്ടോ. നമ്മൾ ഇനി സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോ ഇതെല്ലാം വ്യക്തമായിട്ട് എക്സാമ്പിൾ സഹിതം, ഈ രാഹുവിന്റെയും കേതുവിന്റെയും എല്ലാം ഉദാഹരണ സഹിതം ലൈവ് സ്റ്റഡി നിങ്ങൾ പഠിക്കും. ലൈവായിട്ട് മറ്റുള്ളവരുടെ ജാതകത്തിൽ നിന്ന് തന്നെ പഠിക്കും. കൺഫ്യൂഷൻ എല്ലാ ഗ്രഹങ്ങൾക്കും ബാധകല്ലേ സാർ? എല്ലാ ഗ്രഹങ്ങൾക്കും ബാധകം. എല്ലാ ഗ്രഹങ്ങൾക്കും ബാധകമുള്ള കാര്യം. അപ്പൊ അതാണ് നമ്മൾ ട്രഡീഷണൽ പറയുമ്പോൾ തെറ്റിപ്പോകുന്നത് അല്ലെ? ഈ ദശയില് അതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു അറിയാം. ട്രഡീഷണലിൽ ദശാഫലം പറയുമ്പോൾ തെറ്റാനുള്ള കാരണം ഇതാണ്.
ഓക്കെ. ഇതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി സാറ് ഇത് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതും ഈ ഗവേഷണം നടന്നത്. നമ്മൾ ഒരു ഗ്രഹത്തിന്റെ മനസ്സിലായി. ദശാഫലം പറയുമ്പോൾ നമുക്ക് കൃത്യതയോടെ നിങ്ങൾക്ക് ഇന്ന ഫലം പറയാൻ പറ്റാത്തതിന് കാരണം അത് ഇതുകൊണ്ടാണ്. മറ്റാണെങ്കിൽ നിങ്ങൾ കൃത്യതയോടെ പറയും. ഇന്ന് നിങ്ങൾക്ക് ഇന്ന് എന്റെ കൺസൾട്ടിങ്ങിൽ വന്നവരുടെ ഡിവോഴ്സ് കേസ് ഉൾപ്പെടെ കേസ് വഴക്ക് നടന്നവർക്ക് എല്ലാം വ്യക്തമായിട്ട് പറയാൻ പറ്റി. അതിന് കാരണം ആ ഗ്രഹം സൂചിപ്പിക്കുന്ന അത് തന്നെയാണ്. അവരുടെ പീരീഡ് ഇത്രയാണ്. ഈ 2 മാസ കാലയളവിൽ നിങ്ങൾ ഭർത്താവായിട്ട് അകന്ന് വീട്ടിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നാണ് ഇന്ന് ഒരാൾ ഒരു ടീം വന്നത്. ചെന്നൈയിൽ നിന്ന് ഇന്ന് ഒരാൾ കാണാൻ വന്ന ഒരു ഫാമിലി അതിന്റെയൊക്കെ ജാതകം അതൊക്കെ നിങ്ങൾക്ക് ലൈഫ് സ്റ്റഡിയിൽ പഠിക്കും. ഞാൻ എഴുതിയിട്ടുള്ളത് തന്നെയാണ് അതെല്ലാം. ഓക്കെ സാർ, എന്റെ അടുത്തൊരു ജാതകം ഉണ്ട് സാർ. ഇതേ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു ദശാപഹാരം സമയം മറന്നുപോയി. അപ്പൊ അവർക്ക് ഇപ്പോ കേതുദശ നടക്കുകയാണ്. അപ്പൊ കേതുദശ നടക്കുന്ന സമയത്ത് ഇപ്പം ഭയങ്കരമായിട്ട് ആത്മീയതയിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ആത്മീയതയിലേക്ക് പോയി. ഭാര്യയും അവനും ഡിവോഴ്സിന്റെ പക്കത്തെത്തി. പക്ഷേങ്കിൽ ഇപ്പം അപ്പൊ ഞാൻ അവളുടെ അടുത്തൊരു ഇത് പറഞ്ഞു കൊടുത്തത് 7 വർഷം അവള് വേറെ വിവാഹം കഴിക്കൂല എന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞപ്പോ 7 വർഷം അവൾക്ക് വിദേശ യോഗം നന്നായിട്ടുണ്ട്. അവൾക്ക് രാഹുവിന്റെ ഏതോ ദശയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വിദേശത്ത് പോ. അതിനുശേഷം പരിഹാരമായിട്ട് പറഞ്ഞത്. അപ്പൊ 7 വർഷം കഴിഞ്ഞിട്ട് അവൻ എന്തായാലും അത് കഴിഞ്ഞ ശുക്രദശയാണ് വരുന്നത്. ആ ശുക്രൻ ഉച്ചത്തില് രാഹുവിനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ എന്തായാലും തിരിച്ചു വന്നാൽ വീണ്ടും ഈ ആത്മീയത പോയിട്ട് ലൗകികതയിലേക്ക് തിരിച്ചു വരുന്ന ഒരു തോന്നൽ എനിക്ക്. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അതെടുത്തു വെച്ചേക്ക് ആ ജാതകം. നമ്മൾ വിവാഹ സബ്ജക്ട് പഠിക്കും. നമ്മൾ ഓരോന്നും പഠിക്കും. വിവാഹം, സന്താനം, ജോലി, ഇതെല്ലാം നമ്മൾ സബ്ജക്ട് ബേസ് ചെയ്ത് പഠിക്കും ഓരോ ക്ലാസ്. ആ സമയത്ത് നമുക്ക് ആ ജാതകം നോക്കാം. ഓക്കെ, ഉദാഹരണം നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിവാഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട A to Z കാര്യങ്ങൾ ഇതിനകത്ത് വരും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡിവോഴ്സ്, 2 സെക്കൻഡ് മാരേജ്, എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ നിലവിൽ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. രാഹു കേതു എന്നുള്ളത് പറഞ്ഞു. അടുത്ത ക്ലാസ്സിന്റെ നമ്മുടെ 6 വരെ നിങ്ങൾ ഹൗസ് ഗ്രൂപ്പിംഗ് പഠിച്ചു. ആ 7 മുതൽ 12 വരെയുടെയും കൂടെ ഞാൻ ലൈവ് ഇടും കേട്ടോ. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ ഇട്ടേക്കാം. അതും കൂടെ കാണുന്നത് മനസ്സിലാക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ